ആരംഭിക്കാം. അഖിലേ, തുടങ്ങാം. പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന AIYF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, സഹഭാരവാഹികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള സഖാക്കൾ എല്ലാവരും വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് കെ പ്രകാശ് ബാബു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. പരിപാടിയിൽ സമരസഹാക്കളായി പങ്കെടുക്കുന്ന AIYF-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റു ഭാരവാഹികളും മുകളിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ തട്ടിന്റെ മുകളിലേക്ക് കയറിയിരിക്കണം. പ്രിയപ്പെട്ട സഖാക്കളെ, AIYF-ന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും DC മെമ്പർമാരും കസാരങ്ങളും എടുത്ത് അകത്ത് കയറിയിരിക്കണം. ഈ പാർട്ടിയുടെ ജില്ലാ അഡീഷണൽ സെക്രട്ടറിമാരും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും സ്റ്റേജിലേക്ക് എത്തണം. പാർട്ടി ജില്ലാ അഡീഷണൽ സെക്രട്ടറി KG രതീഷ് കുമാറും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം PR ഈ സ്റ്റേജിലേക്ക് എത്തണമെന്ന്. പുരുഷോത്തം സാർ, അത് എക്സിക്യൂട്ടീവ് ഒത്തിരി പ്രിയപ്പെട്ട സഖാക്കളെ, AIYF നേതൃത്വത്തിൽ രക്തസാക്ഷി ദിനമായ ജില്ലാ കേന്ദ്രങ്ങളിൽ AIYF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിന്റെ ഉദ്ഘാടന സെഷന്റെ അധ്യക്ഷനായി AIYF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹാസ് ഹനീഫിനെ ക്ഷണിച്ചുകൊള്ളും. ഏറെ പ്രിയപ്പെട്ട ഈ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് കെ പ്രകാശ് ബാബു, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് CK ശശിധരൻ അടക്കം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, AIYF-ന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഖാക്കളെ, ഈ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് വീക്ഷിക്കുന്ന ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തിനെതിരെ നിരന്തരമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ യുവജന പ്രസ്ഥാനമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനമാണ്. ഈ രാജ്യത്ത് ആദ്യമായി രൂപീകൃതമായ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ എന്ന പ്രസ്ഥാനം. രാജ്യം കഴിഞ്ഞ കുറേ കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ പോലും തകർത്തെറിയുവാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയും ആ പരിശ്രമങ്ങളിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്ക് മുന്നിലും
വളരെ അഭിമാനമായി നിലകൊണ്ടത് ഇന്ത്യ എന്ന ഏറ്റവും വലിയ രാജ്യത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ മതേതരത്വ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലായിരുന്നു. എന്നാൽ വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള കുറെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ശക്തികൾ ഈ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്ത കാലം മുതൽ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയാണ്. ഈ രാജ്യത്തെ സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജൈനനുമെല്ലാം ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പരസ്പരം വിഘടിച്ചുകൊണ്ട് എങ്ങനെ കൊണ്ടുപോയി ഈ രാജ്യത്തെ ഒരു ഏക ഹിന്ദു രാഷ്ട്രമാക്കണം, ഈ രാജ്യത്തിന്റെ മതേതരത്വ മൂല്യത്തെ എങ്ങനെ തകർക്കണമെന്നുള്ളതിന്റെ വലിയ പരീക്ഷണമാണ് ഈ രാജ്യത്തെ BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയും സംഘപരിവാറും RSSും നേതൃത്വം നൽകുന്ന ഈ സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ ഈ രാജ്യത്ത് മതേതരത്വം കാത്തുസൂക്ഷിക്കണമെന്നും ഭരണഘടനാ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്നും വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെയും അതുപോലെ തന്നെ രാജ്യത്ത് മതേതരത്വം കാത്തുസൂക്ഷിക്കണമെന്ന് ചിന്തിക്കുന്ന ഇതര ജനവിഭാഗങ്ങളും വലിയ സമരത്തിലാണ്. IYF എന്ന പ്രസ്ഥാനം ആ സമരത്തിന്റെ മുന്നിൽ ഈ രാജ്യത്ത് ധാരാളമായ നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. മഹാത്മാഗാന്ധിയെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ ഭീകരതയുടെ ഭാഗമായി 1948 ജനുവരി മാസം 30 തീയതി വെടിവെച്ചു കൊന്ന ദിവസമാണ്. ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തെ മതേതരത്വത്തെ സംരക്ഷിക്കാനും ഈ രാജ്യം ഏക രാജ്യമായി മതേതരത്വ മൂല്യമുള്ള രാജ്യമായി മാറണമെന്നുള്ള മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നു സംഘപരിവാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ഏറ്റവും വലിയ ശത്രുത ഉണ്ടാവുന്നതിനും അദ്ദേഹത്തെ ഈ രാജ്യത്ത് നിന്ന്, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉടൻ തന്നെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണമെന്നുള്ള RSS സംഘപരിവാർ അദ്ദേഹത്തെ വെടിവെച്ചു വന്നത്. ആ ജനുവരി 30-ന് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള വലിയ പോരാട്ടമായി ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ മനസ്സിലേക്ക് മതേതരത്വവും ഭരണഘടനയും ഒക്കെ സംരക്ഷിക്കേണ്ട ബാധ്യതയെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് കേരളത്തിലെ 14 ജില്ലകളിലും ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഡെമോക്രാറ്റിക് സ്ട്രീറ്റിന് ഇവിടെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്, ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ്. നാളെ 11 മണിയോടുകൂടി സമാപന സമ്മേളനത്തോടു കൂടിയാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് ഇവിടെ അവസാനിക്കുന്നത്. ഈ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി IYFന്റെ ഏറെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ IYFന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുഹാസ് ഹനീഫ്, ഈ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സെക്രട്ടറിയുമായ സഖാവ് CK ശശിധരൻ, പ്രിയപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാവ് PR ഗോപിനാഥൻ, സഖാവ് D. സജി, പാർട്ടി ജില്ലാ അഡീഷണൽ സെക്രട്ടറി സഖാവ് KG രതീഷ് കുമാർ, സംഘാടക സമിതി ചെയർമാൻ സഖാവ് B. ഹരിദാസ്, AIVFന്റെ നമ്മുടെ പ്രിയപ്പെട്ട AIVFന്റെ ദേശീയ കമ്മിറ്റി അംഗവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ സഖാവ് അഡ്വക്കേറ്റ് R. ജയൻ, പ്രിയപ്പെട്ട സമര സഖാക്കളെ, AIVFന്റെ ജില്ലാ കമ്മിറ്റിയുടെ സഹഭാരവാഹികൾ, DC മെമ്പർമാരടക്കം മറ്റ് ബഹുജന സംഘടനാ ഭാരവാഹികളടക്കമുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, വർഗീയ ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ നേതൃത്വത്തിൽ ഇന്ന് 14 ജില്ലാ കേന്ദ്രങ്ങളിലും ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജനാധിപത്യ തെരുവുമായി AIVF മുന്നോട്ടിറങ്ങുന്നത് ഈ രാജ്യത്ത് ഏതാണ്ട് 9 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെന്റ്, അതിനു മുമ്പ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന മൻമോഹൻ സിംഗിന്റെ കാലത്ത് കൊണ്ടുവന്ന നവലിബറൽ സാമ്പത്തിക നയത്തിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് വർഗീയപരമായി ഫാസിസ്റ്റ് സമീപനവുമായി പോകുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ നാം ഈ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഗാന്ധി 47ാമത്തെ ഇന്ത്യക്ക്
ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് നേതൃത്വം നൽകിയ ഗാന്ധി ഈ രാജ്യത്ത് ഒരു വർഷം സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു വർഷം തികച്ച അദ്ദേഹത്തെ രാമഭക്തനായ ഗാന്ധി വെടിയേറ്റ് ഗോഡ്സെയുടെ RSSന്റെ നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി മരിക്കുമ്പോൾ ഹേ റാം എന്ന് പറഞ്ഞ രാമഭക്തനായ ഗാന്ധിയെ വെടിവെച്ച് ഈ ഇന്ത്യയിൽ അവസരം കൊടുക്കാൻ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഈ രക്തസാക്ഷി ദിനത്തിൽ ഈ ഡെമോക്രാറ്റിക് സീറ്റ് സംഘടിപ്പിക്കുന്നത് എന്നത് ഫാസിസ്റ്റുകളുടെ ഒരു സമീപനമാണ്. എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസോളിനിയാണ് ഫാസിസത്തിന്റെ പിതാവ്. മുസോളിനി പറഞ്ഞ കൂട്ട് രാജ്യത്തെ ഭരണകൂടം, രാജ്യത്തെ മൂലധനവും രാജ്യത്തെ കോർപ്പറേറ്റുകളും തമ്മിലുള്ള ഒരു ലയനമാണ് ഫാസിസം എന്ന മുസോളിനി തന്നെ പറഞ്ഞ രീതിയിലുള്ള ആ തരത്തിൽ ഒരു നവലിബറൽ സാമ്പത്തിക നയവും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സെപ്പറേറ്റ് വ്യവസ്ഥയിൽ തിരിച്ച് വിഘടനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്ത് അധികാരം കൈയാളാൻ വേണ്ടി ഒരു ഭരണകൂടം നിൽക്കുന്നു. ആ ഭരണകൂടം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന RSS ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച RSS ബ്രിട്ടീഷ് ഗവൺമെന്റിന് പാദസേവ ചെയ്ത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ എങ്ങും ഒരു പേര് പോലും രേഖപ്പെടുത്താനില്ലാത്ത തരത്തിൽ അനവധി നേതാക്കന്മാരുണ്ടായിട്ട് പോലും ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി സവർക്കർ എഴുതി കൊടുത്ത മാപ്പപേക്ഷയിൽ ലാസ്റ്റ് പറഞ്ഞത് എന്നെ വെറുതെ വിട്ടാൽ എന്റെ പിന്മുറക്കാരായ ഇന്ത്യയിലെ സ്വയം സേവകർ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി പാദസേവ ചെയ്ത് മറ്റ് കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ സംവിധാനമായി നിലനിന്ന RSS ഗാന്ധി വധത്തിന് ശേഷം RSSനെ ഇന്ത്യ മഹാരാജ്യത്ത് നിരോധിച്ച് ഇന്ത്യൻ ഭരണകൂടത്തെ ഇന്ത്യയെ അംഗീകരിക്കാത്ത RSS എപ്പോഴാണ് അംഗീകരിച്ചത്? ഈ രാജ്യത്തെ RSS ഗാന്ധി വധത്തിന് ശേഷം ഈ രാജ്യത്തെ RSSന്റെ നിരോധനം നിൽക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണകൂടത്തിന് എഴുതി കൊടുത്ത സത്യാമൂലത്തിൽ പറഞ്ഞതാണ്, ഞങ്ങൾ ഇന്ത്യയിലെ ഭരണഘടനയെ അംഗീകരിക്കാം, ഞങ്ങൾ ഇന്ത്യയിലെ ദേശീയ പതാകയെ അംഗീകരിക്കാം. കാര്യം മനുസ്മൃതിയാണ് RSSന്റെ അടിസ്ഥാന സിദ്ധാന്തം. മനുസ്മൃതിയിൽ 3 എന്ന സംഖ്യ അശുദ്ധ ലക്ഷമുള്ള സംഖ്യയാണ്. 3 കളറുള്ള പതാകയെ അംഗീകരിക്കാത്തവരായിരുന്നു RSSകാർ. ഞങ്ങൾ ഇന്ത്യൻ പതാകയെ അംഗീകരിക്കാം. ഞങ്ങൾ ഒരു കാലത്തും ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രവർത്തിക്കുകയില്ല എന്ന 3 സത്യാമൂലം ഇന്ത്യൻ ഭരണകൂടത്തിന് എഴുതി കൊടുത്ത് നിരോധനം നീക്കി ഇവിടെ പ്രവർത്തിക്കുന്ന RSS കട്ടന്റെ പറയിൽ നിന്ന് ജനസംഘത്തിലൂടെ അവരുടെ നയം നടപ്പിലാക്കാൻ വരുമ്പോഴും ഇപ്പോൾ BJP എന്ന ലേബലിലൂടെ കട്ടന്റെ പുറയിൽ നിന്ന് നിയന്ത്രിക്കുന്നത് RSS ഈ സത്യാമൂലത്തിന്റെ മറയുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കാത്തത്. ആ തരത്തിൽ ഇന്ത്യയിലെ ഭരണകൂടത്തെ നിയന്ത്രിച്ച് ഇന്ത്യയിൽ ഒരു മത അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ ഗാന്ധി ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കുന്ന കാലത്തും ഇന്ത്യ മതേതര രാജ്യമായി നിൽക്കണം എന്ന പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ച് RSS എന്താണോ ഇന്ത്യയിൽ ഉയർത്തുന്ന പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തിനെതിരെ നിന്ന ഗാന്ധി രാമഭക്തൻ കൂടിയായിരുന്നു. ആ രാമഭക്തനായ ഇവർ പറയുന്ന ഹിന്ദുവായ ഗാന്ധിയെ RSSകാർ വെടിവെച്ചുകൊണ്ടു. നാം പിന്നെയും കണ്ടത് ആ ഗൗരി ലങ്കേഷ് RSSന്റെ ഈ തോക്ക് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നേതാവ് കൂടിയായ ഗോവിന്ദ് പൻസാരെ നാം കണ്ടു. ഗോവിന്ദ് പൻസാരെ ഒരു പുസ്തകം എഴുതിയനാണ് വെടിവെച്ച് കൊല്ലപ്പെടുന്നത്. ആ തോക്കിപ്പോഴും ഗാന്ധിയെ കൊന്ന തോക്കിപ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഏകീകൃത സിവിൽ കോഡിലൂടെ വരുന്നു. അത് അടുത്ത
സമ്പ്രദായത്തിലൂടെ ഇന്നലെ സുരേഷ് ഗോപി പ്രസംഗിച്ച തരത്തിലേക്ക് വരുന്നു. അങ്ങനെ ഈ രാജ്യത്തെ വലിയ രീതിയിലുള്ള ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ഉള്ള പരിശ്രമം, ഈ രാജ്യത്തെ വർഗീയമായി വേർതിരിക്കാനുള്ള പരിശ്രമത്തിന്, ഫാസിസ്റ്റ് പരിശ്രമത്തിനെതിരെയും കേന്ദ്ര അവഗണനയ്ക്കെതിരെയും ഈ രാജ്യത്ത് ഇന്ത്യ കേരളത്തെ ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ കേരളത്തിലെ UDF അടക്കം ഇപ്പം 8-ാം തീയതി യോജിച്ച സമരത്തിലേക്ക് ഡൽഹിയിൽ പോകുമ്പോൾ ഇവിടുത്തെ MP അടക്കം ആന്റണി MP അടക്കം ആ സമരത്തിനോട് യോജിക്കുന്നില്ല. എന്താണ് യോജിക്കാത്തത്? സർക്കാരിന്റെ സാമ്പത്തിക ഒക്കെ വ്യക്തതയില്ലാതെ പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള RBI കണക്ക് പ്രകാരം ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ വളർച്ച 8%. ഇന്ത്യ മഹാരാജ്യത്ത് മോഡി പ്രതിദാനം ചെയ്യുന്ന ഭരണ സംവിധാനത്തിന്റെ വളർച്ച 8%. കേരളത്തിൽ PKV രാജിവെച്ച് രൂപീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ പട്ടിന്ത്യ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം രൂപീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ കേന്ദ്രത്തിനെക്കാട്ടിലും സാമ്പത്തിക സ്ഥിതിയിൽ 12.8% വർധനവ് RBI കണ്ടെത്തിയിട്ടുണ്ട് ഈ സംസ്ഥാനത്ത്. എവിടെയാണ് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഘടനയിൽ ഇപ്പൊ പ്രശ്നമുള്ളത്? അപ്പൊ സാമ്പത്തിക ഘടനയിൽ പ്രശ്നമല്ല. ഈ രാജ്യം, ഈ സംസ്ഥാനങ്ങളിലെല്ലാം വ്യത്യസ്തമായി ഇടതുപക്ഷ നയം എന്ന് പറയുന്ന നയത്തെ സംഘപരിവാർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കോർപ്പറേറ്റുകളും വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ആ കോർപ്പറേറ്റുകളുടെ കീഴിലാണ് ഈ മാധ്യമങ്ങളെല്ലാം പ്രവർത്തിച്ചു പോകുന്നത്. കാര്യം നവലിബറൽ സാമ്പത്തിക നയം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന നയം ഇവിടുത്തെ സാധാരണപ്പെട്ടവനും തൊഴിലാളികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള നയമാണ്. അതുകൊണ്ടാണ് 9 വർഷം പൂർത്തിയായി ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ആദ്യം അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് മണി ചെയിൻ തട്ടിപ്പുകാരനെക്കാട്ടിലും വലിയ രീതിയിൽ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു വർഷം 1 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ 9 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇവിടുത്തെ തന്ത്രപ്രധാന മേഖലയായ സൈനിക മേഖല പോലും കരാർ നിയമനത്തിലേക്ക് അഗ്നിപഥ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്ന് ആ മേഖലയിൽ പോലും കരാർ നിയമനങ്ങൾ കൊണ്ടുവരുന്നു. സിവിൽ സർവീസ് മേഖലയിൽ കരാർ നിയമനങ്ങൾ കൊണ്ടുവരുന്നു. കരാർ നിയമനം ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിൽ റിക്രൂട്ട്മെന്റ് നടന്നിട്ട് എത്രയോ വർഷങ്ങളാകുന്നു. അങ്ങനെ ഇവിടുത്തെ യുവാക്കൾക്ക് ഒരു തൊഴിലവസരവും കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല രാജ്യത്ത് ഭരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മേശപ്പുറത്ത് വെച്ച കണക്ക് പ്രകാരം 1,96,000 വർഷം കൊണ്ട് 1,99,545 പുതിയ തൊഴിലവസരങ്ങൾ PSC മുഖാന്തരം ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കി. ഈ രാജ്യത്തെ മൈക്രോസോഫ്റ്റിൽ 30,000 ചെറുപ്പക്കാരെ പിരിച്ചുവിടപ്പെട്ടു തൊഴിലാളികളെ. ഈ രാജ്യത്ത് എത്രയോ മേഖലയിൽ നിന്ന് കോവിഡിന് ശേഷം തൊഴിലാളികളെ, യുവജനങ്ങളെ, തൊഴിൽദാതാക്കളെ ഇവിടെ പിരിച്ചുവിടുന്ന ഒരു കോർപ്പറേറ്റീവ് സംവിധാനമായിരിക്കുന്നു. രാജസ്ഥാനിൽ ഏതാണ്ട് 10,000 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന തരത്തിൽ ക്രമവിരുദ്ധമായ പദ്ധതിയുമായി പോകുന്നു. അങ്ങനെ ഈ രാജ്യത്ത് പ്രത്യേകമായി ഈ തൊഴിലവസരങ്ങൾ നിൽക്കുമ്പോഴും ഈ ഞെരുക്കവും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ, ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു ഗവൺമെന്റ് ജീവനക്കാരനും ശമ്പളം മുടങ്ങുവോ, അവന്റെ തൊഴിൽ നഷ്ടപ്പെടുവോ, ഏറ്റവും താഴെ വരട്ട് ഈ സർക്കാരിന്റെ ഏതെങ്കിലും നയത്തിന്റെ ഭാഗമായി ഒരു സഹകരണ സംഘത്തിലെ പ്യൂണിന്റെ പോലും തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒരുക്കാതെ കരുതലോടുകൂടി ഇവിടുത്തെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ഈ ഒരു ഗവൺമെന്റ് മുന്നോട്ട് നിൽക്കുമ്പോൾ അതൊരു ഇടതുപക്ഷ ബദലാണ്. ആ ബദലിനെ വേട്ടയാടാൻ, ആ ബദലിനെ ഇല്ലാതാക്കാം. എങ്ങനെ ഈ സംസ്ഥാന ഗവൺമെന്റിന് ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നത് ഒരിക്കലും RSSുമായിട്ട് സഖ്യം ചേരാത്ത ഇന്ത്യ മഹാരാജ്യത്തെ ഒരേ ഒരു പാർട്ടി, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. AIVPും അതേ രീതിയിൽ നിന്നതാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെ, ആ ഭരണ സംവിധാനം ഉള്ളതിനെ തകർക്കുക എന്ന ഈ ഐഡിയോളജിയെ RSS വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടുന്നത് 8PAക്കാരനെതിരെ വരണമെന്നാണ്.
അവർക്ക് വേണ്ടുന്നത് മുസ്ലിം വർഗീയതയോ കോൺഗ്രസോ എതിര് വരണമെന്നാണ്. കാര്യം അവരുടെ കോൺഗ്രസിന്റെ നവലിബറൽ സാമ്പത്തിക നയത്തെ ഇതുവരെ തെള്ളിപ്പറയാൻ ഈ രാജ്യത്തെ രാഹുൽ ഗാന്ധി പോലും ആയിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് BJPക്കെതിരെയൊക്കെ പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് കൊണ്ടുവന്ന നവലിബറൽ സാമ്പത്തിക നയത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല കോൺഗ്രസ്. അതുകൊണ്ട് ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം നമുക്ക് യോജിച്ചുള്ള പോരാട്ടം കേരളം എന്ന് പറയുന്ന ഈ മതേതര സുന്ദരമായ ഇടതുപക്ഷത്തിന്റെ ഈ കോട്ടയ്ക്കകത്ത് നമുക്ക് കരുത്തുറ്റ പ്രവർത്തനം ചെയ്തുകൊണ്ട് യുവാക്കൾക്ക് വേണ്ടി, സാധാരണപ്പെട്ടവന് വേണ്ടി, തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് സംഘടിതമായ പോരാട്ടം നാം പല ഘട്ടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള സേവ് ഇന്ത്യ മാർച്ച് അടക്കം ഉള്ള മാർച്ചുകൾ സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായുള്ള ഡെമോക്രാറ്റിക് സീറ്റ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഡെമോക്രാറ്റിക് സീറ്റിന്റെ അധ്യക്ഷനായിരിക്കുന്നത് AIVFന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാബ് സുഹാസ് ഹനീഫാണ്. സുഹാസ് ഹനീഫിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ളൂ. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും നമ്മളെല്ലാം പ്രിയപ്പെട്ട സഖാവ് K പ്രകാശ് ബാബു സഖാവാണ്. സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുകയും നാളത്തെ ഈ സമരത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് CK ശശിധരനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന AIVFന്റെ ദേശീയ കമ്മിറ്റി അംഗവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് അഡ്വക്കേറ്റ് RJനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഐസൻ സെക്രട്ടറി കൂടിയായ സഖാവ് PR ഗോപിനാഥിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും AITUCയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ സഖാവ് D സജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് KG രതീഷ് കുമാർ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഐസൻ സെക്രട്ടറി സഖാവ് KG രതീഷ് കുമാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന AIVFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ സഖാവ് ശ്രീനാദേവി കുഞ്ഞമ്മയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന AIVFന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാം ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ ചെയർമാനും പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ പത്തനംതിട്ട മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ സഖാവ് B ഹരിദാസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന AIVFന്റെ ജില്ലാ സഹഭാരവാഹികളായ സഖാവ് ജോബി തിരുവല്ല, സഖാവ് അജിത് ശാന്തകുമാർ, AIVFന്റെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ്, AISFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് ബിപിൻ അബ്രഹാം, ജില്ലാ സെക്രട്ടറി അശ്വിൻ മണ്ണടി, ജില്ലാ പ്രസിഡന്റ് അനിജു അടക്കം AIVFന്റെ ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ സഹഭാരവാഹികളും DC മെമ്പർമാരും അടക്കമുള്ള ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ക്യാമ്പയിനിൽ ചേർന്നിട്ടുള്ള സഖാക്കളെയും ബഹുജന സംഘടനാ ഭാരവാഹികളെയും ഈ സമരം വീക്ഷിക്കുന്ന പൊതുജനങ്ങളെയും എല്ലാം ഈ ഡെമോക്രാറ്റിക് സീറ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ലാൽസല AIVF ഡെമോക്രാറ്റിക് സീറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഏറെ പ്രിയപ്പെട്ട സഖാവ് K പ്രകാശ് ബാബുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ സുഹാസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായ CK ശശിധരൻ, സ്വാഗതം ആശംസിച്ച AIVFന്റെ ജില്ലാ സെക്രട്ടറി അനീഷ്, അഖിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഗോപിനാഥൻ, സജി, രതീഷ്, പാർട്ടി മണ്ഡലം സെക്രട്ടറി ഹരിദാസ്, AIVFന്റെ ദേശീയ കൗൺസിൽ അംഗമായ
സൗ അഡ്വക്കേറ്റ് ആർ ജയൻ, സൗ ശ്രീനാദേവി കുഞ്ഞമ്മ, പ്രിയമുള്ള AYF-ൻ്റെ ഭാരവാഹികളും പ്രവർത്തകരുമായ യുവ കമ്മ്യൂണിസ്റ്റുകളെ, പ്രിയ സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കേരളത്തിലെ 14 ജില്ലകളിലും സഖാക്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് എന്ന പേരിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനും നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കുമെതിരെ ഒരു പുതിയ സമരമുറ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ സുഹാസ് ചോദിച്ചു, നാളെ രാവിലെ വരെ എത്ര പേരെയാണ് ഇവിടെ തന്നെ ഈ സ്ട്രീറ്റിൽ തന്നെ, നിങ്ങളിന്ന് ഈ സ്ഥലത്തിന് ഡെമോക്രാറ്റിക് എന്ന് പേരിട്ടിരിക്കുക, ജനാധിപത്യത്തിൻ്റെ തെരുവാണ്, ഇവിടെ എത്ര പേര് തങ്ങുന്നുണ്ട് എന്നുള്ളത് ചോദിച്ചു. 100-നടുത്തുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും എന്നാണ് സുഹാസ് എന്നോട് പറഞ്ഞേക്കുന്നത്. 100-ൽ അല്പം താഴെയായിരിക്കും, അത്രയേ ഉള്ളൂ. നാളെ രാവിലെ ഈ സഭ പിരിയുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചേരാത്ത ബാക്കി യുവജന സഖാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടുമായി നടക്കുന്ന ഈ ശ്രദ്ധേയമായ ക്യാമ്പയിൻ ഏറ്റവും ഫലപ്രദമായി വിജയകരമായി നടത്തി തീർക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. അതിന് തിരഞ്ഞെടുത്ത ദിവസം ജനുവരി 30-ആണ്. 30-ഉം 31-ഉമായിട്ടാണ് ഈ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് നടത്തുന്നത്. ഇന്ന് മഹാത്മജിയുടെ 76ാമത് രക്തസാക്ഷി ദിനമാണ്. മഹാത്മജി രക്തസാക്ഷിത്വം വരിച്ചത് സഹോദരിയുടെ സൂചിപ്പിച്ചതുപോലെ നാഥുറാം വിനായക ഗോഡ്സെ എന്ന ഒരു ഹിന്ദു മതഭ്രാന്തൻ്റെ തോക്കിനിരയായി കൊണ്ടാണ്. ഗാന്ധിജി ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഏറ്റവും വലിയ രാജ്യത്തിലെ ദേശീയ നേതാവായിരുന്നു. ഗാന്ധിജി എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ അദ്ദേഹത്തെ രാജ്യത്തെ മുക്കിലും മൂലയിലും എല്ലാവരും ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ ചരിത്രമൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു പോവുകയല്ല. മഹാത്മജി സത്യഗ്രഹം എന്ന സഹന സമരത്തെ ഭരണാധികാരി വർഗത്തിനെതിരായി ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ്. ആത്മപീഡനം നൽകുന്നതാണ് സത്യഗ്രഹം എന്ന് പറഞ്ഞാൽ. സ്വയം പട്ടിണി കിടക്കുക, ആ പട്ടിണി കിടന്നുകൊണ്ട് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിളിച്ചിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ബ്രിട്ടൻ്റേത്. ആ ബ്രിട്ടീഷ് ഭരണാധികാരികളെ വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി കോടിക്കണക്കിന് മനുഷ്യരെ ചലിപ്പിക്കാൻ കഴിഞ്ഞ വ്യക്തിയായിരുന്നു മഹാത്മജി. സത്യഗ്രഹം എന്ന സമരത്തെ അഹിംസയിൽ കൂടിയും അനാക്രമണ രീതിയിലും അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ത്യയിലേക്ക് അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം 1915 ബ്രിട്ടീഷ് അധികാരികളെ രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയായിരുന്നു ഗാന്ധിജി ആ നാളുകളിലെല്ലാം പരിശ്രമിച്ചത്. അതിന് അദ്ദേഹം ഉപയോഗിച്ച ഏറ്റവും വലിയ സമരതന്ത്രമായിരുന്നു സത്യഗ്രഹം. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ പലരും ഗാന്ധിജി നേരിട്ട് നേതൃത്വം
1917 ചമ്പാരൻ സമരം എന്ന സമരത്തെക്കുറിച്ച് കേട്ടുകാണും. ആ ചമ്പാരനിലെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാത്മജി നടത്തിയ സമരം ബ്രിട്ടീഷ് ഭരണാധികാരികളെ അസാമാന്യമായി പിടിച്ചുലച്ചതാണ്. അവരുടെ തണലിൽ വലിയ പ്ലാന്റർമാർ, ആ പ്ലാന്റർമാരെ മുട്ടുകുത്തിക്കാൻ മഹാത്മജിക്ക് കഴിഞ്ഞു. നീലം കൃഷിക്കാരാണ് ചമ്പാരനിലെ കർഷകർ. ഇവിടെ ഇരിക്കുന്ന AIYFന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഈ നീലം എന്ന് പറയുന്ന കൃഷിയെ സംബന്ധിച്ച് കേട്ടുകാണുമോ എന്നെനിക്ക് സംശയമാണ്. ഇപ്പോഴാണ് നമുക്ക് വെള്ള ഷർട്ടും വെള്ള മുണ്ടുമൊക്കെ അതിനെ വൈറ്റനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഉജാലയാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള കെമിക്കൽസാണ്. മുൻപ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നീലം എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. അതൊരു പൊടിയാണ്. അത് നീലം കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു ചെറിയ കുരുവാണ്. അത് പൊടിച്ചാണ് നീലം ഉണ്ടാക്കുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കടകളിൽ പോയി നീലം വാങ്ങിച്ചാൽ ഭരണിക്കകത്ത് മൂക്കിപ്പൊടി ഇട്ട് വെക്കുന്നത് പോലെ ഭരണിക്കകത്ത് ഈ നീലം ഇട്ട് വെച്ചേക്കുന്നതിൽ നിന്ന് സ്പൂൺ കൊണ്ടെടുത്ത് തരും. ആ നീലം പൊതിഞ്ഞുകൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുമ്പോൾ അവരത് അരക്കി വെള്ളമുണ്ടാണെങ്കിൽ നീലം പിഴിഞ്ഞ് ആ നിലയിൽ എടുക്കും. ആ നീലം കൃഷി ചെയ്യുന്ന കർഷകരുടെ സമരമായിരുന്നു ചമ്പാരനിൽ നടന്നത്. പാവപ്പെട്ട നീലം കർഷകർ അവരുൽപ്പാദിപ്പിക്കുന്ന നീലത്തിന് ഈ പ്ലാന്റർമാർ അതിൻ്റെ വിളവെടുക്കുമ്പോൾ അവർക്ക് ആവശ്യമായ വില കൊടുക്കത്തില്ല. അതുകൊണ്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ആ സാധാരണക്കാരായിട്ടുള്ള കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി മഹാത്മജി നടത്തിയ 1917 ഏറ്റവും ഉജ്ജ്വലമായ സമരമാണ് ബീഹാറിൽ നടന്ന ആ ചമ്പാരൻ സമരം. മഹാത്മജിയെ ആരാണ് മഹാത്മാ എന്ന് ആദ്യം വിളിച്ചത് എന്ന് നമുക്ക് ആർക്കും ഒരു തെളിവും പറയാൻ കഴിയില്ല. നേതാജിയും വിളിച്ചിട്ടുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും വിളിച്ചിട്ടുണ്ട്, വേറെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ മൂന്നാം ക്ലാസ് ട്രെയിനിലെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് ഈ ചമ്പാരനിൽ എത്തിച്ചേർന്ന മഹാത്മജിയെ ആ കർഷകരുടെ സമരം വിജയിപ്പിച്ച് അവിടെ നിന്ന് അയക്കുമ്പോൾ അവർ കൂട്ടം കൂടി നിന്ന് ഗാന്ധിജിയെ യാത്ര അയക്കുന്ന സമയത്ത് അവർ വിളിച്ചതാണ് ആ മഹാത്മാവിനെ, അങ്ങ് മഹാത്മാവാണ്. അതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധി ആവുന്നത് എന്നും ചില പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, വേറെ പലരും വിളിച്ചതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ഗാന്ധിജിയും കോട്ടും സൂട്ടും പാൻറ്റും ഒക്കെ ഇട്ട് നടന്ന വക്കീലായിരുന്നു. പക്ഷെ ആ സാധാരണക്കാരായിട്ടുള്ള അധ്വാനിക്കുന്ന കർഷകനോടൊപ്പം തൊഴിലാളിയോടൊപ്പം അവനോട് താതാത്മ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ആ വേഷവിധാനങ്ങളെല്ലാം മാറ്റി അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ചർച്ചയിൽ വിളിച്ച ആ വേഷത്തിലേക്ക് പിന്നീട് എത്തിച്ചേർന്നതാണ്. ഗാന്ധിജി നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അവരെ എല്ലാവരെയും ഇന്ത്യക്കാർ എന്ന വികാരത്തിൽ ഒരു ദേശീയതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചതാണ്. നിങ്ങൾക്കറിയാൻ കഴിയുമെന്ന് ഞാൻ ധരിക്കുന്നു. 1906 ഇന്ത്യയിൽ ആദ്യമായി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന പേരിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു സംഘടന ഉണ്ടായത്. അന്നതിൻ്റെ പേര് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. 1906 മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മുസ്ലിം ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള പ്രാതിനിധ്യം എല്ലാ സ്ഥലങ്ങളിലും ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുക്കണം എന്നതായിരുന്നു. ബ്രിട്ടീഷുകാർ അതിനെ പ്രോത്സാഹിപ്പിച്ചു. എന്തെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ, ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു ബ്രിട്ടന്റെ തന്ത്രം. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങളെ ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും വേർതിരിച്ചുകൊണ്ട് ഒരു ദേശീയതയുടെ പേരിൽ, ഒരു രാജ്യത്തിന്റെ പേരിൽ ഒരുമിച്ച് നിൽക്കുന്ന അങ്ങനെ തട്ടുതട്ടാക്കിയാൽ അവിടെ ബ്രിട്ടന് വളരെ വേഗം ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ബ്രിട്ടൻ ധരിച്ചു. അവിടെയാണ് ഗാന്ധിജി 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ
നേതൃത്വം എടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഗാന്ധിജി ചെയ്ത എന്താണെന്ന് ചോദിച്ചാൽ ആ മാറി നിൽക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവരെ എല്ലാവരെയും കൂടി ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഒരു ആഭിമുഖ്യം പ്രകടിപ്പിച്ച് നിന്നവരെ എല്ലാവരെയും മാറ്റിയെടുത്തുകൊണ്ട് ഇന്ത്യൻ ദേശീയത ആ ദേശീയതയിലേക്ക് എല്ലാവരും കൊണ്ടുവരാൻ വേണ്ടി ഗാന്ധിജി പരിശ്രമിച്ചു. ഗാന്ധിജി അതിന് കണ്ടെത്തിയ ഒരു സമയവുമുണ്ട്. വളരെ വിശദമായിട്ട് പറഞ്ഞു പോകാൻ ഞാൻ ശ്രമിക്കുകയില്ല. നിങ്ങളൊരു പക്ഷേ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനത്തെ കുറിച്ച് കേട്ട് കാണും. അത് തുർക്കി ആ ടർക്കിയിലെ ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ പ്രതിനിധിയായ കാലിഫിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കാലിഫിന്റെ അധികാരം തിരിച്ചെത്തുന്നതിന് വേണ്ടി അവിടെ നടത്തിയ ഒരു പ്രക്ഷോഭം ആണ് ഈ ഖിലാഫത്ത് മൂവ്മെന്റിലേക്ക് നയിച്ചത്. കാലിഫിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി. പിന്നീട് ടർക്കി അതിൽ നിന്ന് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോവുകയല്ല. ഇവിടെ അതിനുവേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതിനുവേണ്ടി രൂപീകരിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കിയിലെ ഖലീഫയ്ക്ക് ആ അധികാരം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ രൂപീകരിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം അത് മഹാത്മജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് പറഞ്ഞു, ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കോൺഗ്രസ് അംഗീകരിക്കണം. അംഗീകരിച്ചുകൊണ്ട് ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആളുകളെ കൂടി ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യണം, കോൺഗ്രസ് പാർട്ടി ചെയ്യണം. അതേസമയം തന്നെ ഗാന്ധി ഖിലാഫത്തുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ പിന്തുണയും നൽകുന്നു. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പോരാട്ടത്തിലേക്ക് പോകാം. അങ്ങനെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും മഹാത്മജി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ആ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോയതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് ഖിലാഫത്ത് കമ്മിറ്റിക്ക് അനുകൂലമായി പ്രമേയം പാസാക്കിക്കാൻ മഹാത്മജി കഴിഞ്ഞപ്പോൾ മുതൽ ആ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നു. ആ സമയത്താണ് ഗാന്ധിജി 1920 നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്. ആ നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും ഒരുമിച്ച് കഴിഞ്ഞതാണ് ഇന്ത്യൻ ദേശീയതയിലേക്ക് ഇന്ത്യയിലെ ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളെയും കോർത്തിണക്കാൻ മഹാത്മജിക്ക് കഴിഞ്ഞത്. അതോടുകൂടി പിന്നെ പ്രത്യേകമായ ഖിലാഫത്തില്ല, പ്രത്യേകമായ സ്വാതന്ത്ര്യ സമരമില്ല. ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പതുക്കെ മാറുകയായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും 1921 മാപ്പിള ലഹള എന്ന് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പറയുകയും നമ്മൾ മലബാറിലെ കർഷക കലാപം എന്ന് രേഖപ്പെടുത്തുകയും ചെയ്ത 1921 മലബാർ കലാപം. ആ മലബാർ കലാപം എന്ന് പറയുന്നത് ഖിലാഫത്ത് സമരവും സ്വാതന്ത്ര്യ സമരവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കിയ സമരമായിരുന്നു. ജന്മിമാർക്കും നാടുവാഴികൾക്കും ഭൂപ്രമുഖന്മാർക്കും എതിരായിട്ടുള്ള സമരത്തോടൊപ്പം തന്നെ ഖിലാഫത്തിന്റെ സമരവും കൂടി അതിനോടൊപ്പം കൊണ്ടുവരാൻ അന്നത്തെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞതുകൊണ്ടാണ് ആ മലബാർ കലാപം ഖിലാഫത്ത് സമരവും ബന്ധപ്പെട്ടു വരുന്നത്. അങ്ങനെ രാജ്യത്തെ ജനങ്ങളെ ഹിന്ദുവെന്നില്ലാതെ, മുസ്ലിം എന്നില്ലാതെ, ക്രിസ്ത്യാനിയെന്നില്ലാതെ, സിഖുകാരെന്നില്ലാതെ, പാർസികളെന്നില്ലാതെ എല്ലാവരെയും ഇന്ത്യൻ ദേശീയത എന്ന നിലയിലേക്ക് ഒരുമിപ്പിച്ചു കൊണ്ടുവരാൻ മഹാത്മജിക്ക് കഴിഞ്ഞു. ആ സന്ദർഭത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 1922 നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഉണർന്നെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയുകയുള്ളൂ, പൂർണ്ണ സ്വരാജ്യം ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു പ്രമേയം അന്ന് ഒരാൾ അവതരിപ്പിച്ചു. പ്രമേയം എഴുതിക്കൊണ്ടുവന്നു. മഹാത്മജി വേദിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ പ്രമേയം വായിച്ചു നോക്കി. ആ പ്രമേയകാരകൻ എഴുതിയിരിക്കുന്നത്, ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഉണർന്നെണീറ്റെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് മോചനം ലഭിക്കൂ, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നുള്ള മോചനം ലഭിക്കൂ എന്നാണ് ആ പ്രമേയത്തിൽ എഴുതിയിരിക്കുന്നത്.
അതുകൊണ്ട് ഹിന്ദുക്കളെ ഉണരും, അതായിരുന്നു മുദ്രാവാക്യം. മഹാത്മജി അവിടെ വെച്ച് തന്നെ ആ പ്രമേയം വായിച്ചിട്ട് കീറിക്കളഞ്ഞിട്ട് ആ പ്രമേയ അവതാരകനോട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഹിന്ദുവില്ല, ഇവിടെ മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, ഇവിടെ പാഴ്സി ഇല്ല, ഇവിടെ മറ്റൊരു മതവുമില്ല, ഇവിടെ ഒരു മതമേ ഉള്ളൂ, അത് ഇന്ത്യൻ ദേശീയത എന്നതാണ്. അതുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ആ നിലയിലേക്ക് ഒരു പ്രമേയം ഇപ്പോൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞാണ് ഗാന്ധിജി അത് കളഞ്ഞത്. ആ പ്രമേയ അവതാരത്തെ നിങ്ങൾ കേട്ടുകാണും. ആ പ്രമേയം അവതരിപ്പിച്ചതിന്റെ പേര് കേശവ ബലിറാം ഹെഗ്ഡേവാർ എന്നാണ്. ആരാണ് ഹെഗ്ഡേവാർ എന്നുള്ളത് നിങ്ങൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്ന് ഇന്ത്യ പൂർണ്ണ സ്വരാജ്യത്തിൽ പോകണമെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഉണരണം എന്ന് പറഞ്ഞു പ്രമേയം എഴുതി അവതരിപ്പിച്ച് ആ പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കപ്പെട്ടപ്പോൾ ആ പ്രമേയ അവതാരകനായ കേശവ ബലിറാം ഹെഗ്ഡേവാർ അദ്ദേഹം പോയി ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് നീങ്ങി. അദ്ദേഹമാണ് 1925 RSS എന്ന ഇന്നത്തെ രാഷ്ട്രീയ സ്വയം സേവക് സംഘിനെ രൂപീകരിക്കുന്നത്. അങ്ങനെയാണ് ഈ RSSന്റെ രൂപം കൊടുക്കുന്നത്. അവർ ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ, ഹിന്ദുക്കൾ ഉണർന്നെങ്കിൽ മാത്രമേ, ഹിന്ദുക്കൾ ഉണർന്നെണീറ്റെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കൂ എന്നുള്ള അവരുടെ അതിനെ മഹാത്മ തള്ളിക്കളഞ്ഞതുകൊണ്ട് അന്ന് മുതൽ മഹാത്മജിയോട് തുടങ്ങിയ അവരുടെ വൈരാഗ്യം, ആ വൈരാഗ്യ ബുദ്ധിയാണ്, ഞാനതിന്റെ പിന്നീടുള്ള ചരിത്രമെല്ലാം പറഞ്ഞു പോവുകയല്ല. അതാണ് 1948 നമ്മുടെ അനിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജിയെ 1948 ജനുവരി മാസം 30 ബിർള മന്ദിരത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനെ പോയിന്റ് ബ്ലാങ്കിൽ നിന്നുകൊണ്ട് ഇറ്റാലിയൻ തോക്കുപയോഗിച്ചാണ് നാഥുറാം വിനായക ഗോഡ്സെ വെടിവെച്ച് കൊന്നത്. ആ കൃഷകാരനായ മനുഷ്യന്റെ നെഞ്ചത്ത് തുരുതുരാ വിനായക ഗോഡ്സെ വെടിവെച്ചു. പ്രാർത്ഥനാ ഹാളിൽ ഹേ റാം, ഇന്നത്തെ രാമനല്ല, എന്റെ രാമനും എന്റെ റഹീമും ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ചു വരുന്ന മഹാത്മജി അവിടെ ആ തോക്കിനിരയായി അവിടെ വീഴുകയാണ്. ആ മഹാത്മജിയെ വെടിവെച്ചു കൊല്ലുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത നാഥുറാം വിനായക ഗോഡ്സെ എന്ന ഹിന്ദു മതഭ്രാന്തൻ, അദ്ദേഹം ഈ ചിത്പാവൻ ബ്രാഹ്മണനാണ്. മഹാരാഷ്ട്രയിലേക്ക് കുടിയേറി ബ്രാഹ്മണ വിഭാഗത്തിലെ ആളുകളുടെ പിന്മുറക്കാരാണ് ഈ പറയുന്ന ചിത്പാവൻ ബ്രാഹ്മണർ. അതിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അതിനകത്തൊരു ഭ്രാന്തൻ സമീപനമാണ് എടുത്തത്. അതുകൊണ്ടാണല്ലോ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ മഹാത്മജിയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി അയാൾക്ക് ധൈര്യമുണ്ടായത്. പക്ഷെ അവിടെ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ ആ ചരിത്രം പഠിച്ചിട്ടുണ്ടാകും ഞാൻ കരുതുകയാണ്. ഇല്ലെങ്കിൽ AYFന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളത് പഠിക്കണം. നാഥുറാം വിനായക ഗോപാൽ ആപ്തെയും നാരായൺ ആപ്തെയും, ഗോപാലാപ്തെ നേരത്തെയായിരുന്നു, നാരായൺ ആപ്തെയും ആ വെടിവെക്കുന്നതിന് ഗാന്ധിജിയെ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ വെടിവെക്കുന്നതിനുള്ള തീരുമാനം അവരെടുക്കുമ്പോൾ അവർ പോയി കണ്ട് അനുവാദം വാങ്ങിച്ച ഒരാളുണ്ട്. അദ്ദേഹമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ദാമോദർ സവർക്കർ, വീർ ദാമോദർ സവർക്കർ എന്ന് പറയുന്ന VD സവർക്കർ. അദ്ദേഹത്തെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് തൻ്റെ പദ്ധതി എന്താണ്, ഞങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് അവർ ബിർള മന്ദിരത്തിലേക്ക് ജനുവരി മാസം 30 പോയത്. ഇന്നത്തെ ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ചിത്രം പാർലമെന്റിന്റെ പഴയ സെൻട്രൽ ഹാളിൽ അവിടെ പിന്നെ സ്ഥാപിച്ചിട്ടുള്ളതിന്റെ തൊട്ടടുത്തതായി സവർക്കറുടെ ചിത്രവും അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ വാജ്പേയി അവിടെ സ്ഥാപിച്ചു. ഇപ്പോൾ സവർക്കറുമുണ്ട്,
ഗാന്ധിജിയും ഉണ്ട്. രണ്ടുപേരും പാർലമെന്റ് മന്ദിരത്തിൽ അവിടെ ചുവരിൽ അവരുടെ രണ്ടുപേരുടെയും ചിത്രം കൊണ്ടുവച്ചു. മഹാത്മജിയെ രാഷ്ട്രപിതാവെന്ന് വിളിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ. നേതാജി പറഞ്ഞു, നേതാജി സിംഗപ്പൂരിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ആസാദി റേഡിയോയിൽ കൂടി എത്തുമ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് പറഞ്ഞത്, മഹാത്മജി ഹീസ് അവർ ഫാദർ ഓഫ് ദി നേഷൻ, നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവാണ്, അദ്ദേഹത്തെ ശ്രദ്ധിക്കണം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും പിന്തുണ കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യൻ റേഡിയോയിൽ നടത്തിയ പ്രഭാഷണത്തിൽ കൂടിയാണ് ആദ്യമായി മഹാത്മജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത്. ആ രാഷ്ട്രപിതാവിനെ തുരുതുര വെടിവെച്ചിട്ട നാഥുറാം വിനായക ഗോഡ്സെ, ആ ഹിന്ദുമത ഭ്രാന്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായ നാഥുറാം വിനായക ഗോഡ്സെ, അയാളെ പിന്നീട് അതിന്റെ അന്വേഷണമൊക്കെ നടത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തൂക്കിക്കൊല്ലാൻ വിധിക്കുകയായിരുന്നല്ലോ. നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിയില്ല. ആ നാഥുറാം വിനായക ഗോഡ്സെ അയാളുടെ തൻ്റെ അന്ത്യ അഭിലാഷമായി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം? എൻ്റെ ചിതാഭസ്മം ഇന്നത്തെ ഇന്ത്യയിൽ വിതരണം ചെയ്യാൻ പാടില്ല, അത് വിതറാൻ പാടില്ല. ഗംഗാനദിയിലോ ഇന്നത്തെ ഇന്ത്യയുടെ ഭൂപ്രദേശത്തോ എൻ്റെ ചിതാഭസ്മം വിതറാൻ പാടില്ല, അത് സൂക്ഷിക്കണം. എപ്പോൾ വരെയാണെന്നറിയാം? അതാണ് ഏറ്റവും വലിയ രസം. നാഥുറാം വിനായക ഗോഡ്സെ ഉൾപ്പെടെയുള്ള ഹിന്ദു മഹാസഭയുടെ ആളുകളും RSSന്റെ പ്രതിനിധികളും അവരിപ്പോഴും ബാധിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ ഭൂഖണ്ഡത്തിന് വേണ്ടിയല്ല. അവർ വിഭാവനം ചെയ്യുന്ന ഒരു അഖണ്ഡ ഭാരതമുണ്ട്. ആ അഖണ്ഡ ഭാരതത്തിൽ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടും, പാകിസ്ഥാൻ ഉൾപ്പെടും, മ്യാൻമാർ ഉൾപ്പെടും, ബംഗ്ലാദേശ് ഉൾപ്പെടും, ശ്രീലങ്ക ഉൾപ്പെടും, ഇതെല്ലാം നേപ്പാൾ ഉൾപ്പെടും. ഇതെല്ലാം കൂടി ചേർന്ന ഒരു അഖണ്ഡ ഭാരതമാണ് ഈ ഹിന്ദുമത ഭ്രാന്തന്മാർ വിഭാവനം ചെയ്യുന്നത്. എന്നാണോ ഇന്ത്യ ഈ അഖണ്ഡ ഭാരതമായി പുനരേകീകരിക്കപ്പെടുന്നത്, അന്നു മാത്രമേ എൻ്റെ ചിതാഭസ്മം ഈ മണ്ണിൽ വിതറാവൂ എന്ന് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴും RSSന്റെ ആസ്ഥാന മന്ദിരത്തിൽ ഇത് സൂക്ഷിക്കുക. ഇപ്പോഴും നമ്മൾ മഹാത്മജിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്ന 2024 ജനുവരി മാസം 30-ാം തീയതിയും ആ ചിതാഭസ്മം സൂക്ഷിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവരുടെ ഭ്രാന്തമായ ഒരു സങ്കല്പം. അവർ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് പഴയ ഗാന്ധാരമാണ്. മഹാഭാരതത്തിലെ ഗാന്ധാരി ജനിച്ച സ്ഥലമാണ് ഗാന്ധാരം. ശല്യരുടെയും ഗാന്ധാരിയുടെയൊക്കെ ജന്മസ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ. ഗാന്ധാരം ഉൾപ്പെടുന്ന ആ പ്രദേശം അത് ഇതിനോടൊപ്പം ചേർക്കണം. പാകിസ്ഥാൻ, വിഭജിക്കപ്പെട്ട പാകിസ്ഥാൻ ഇതിനോടൊപ്പം ചേർക്കണം. ബംഗ്ലാദേശും ശ്രീലങ്കയും എല്ലാം. രാവണന്റെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നല്ലോ. വാൽമീകിയുടെ രാമായണത്തിൽ പറയുന്ന ആ ലങ്ക ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ട് അതും ഇതിനോടൊപ്പം ചേർക്കണം. അങ്ങനെ ചേർക്കുന്ന ഒരു അഖണ്ഡ ഭാരതത്തിൽ മാത്രമേ ഗാന്ധി ഘാതകനായ നാഥുറാം വിനായക ഗോഡ്സെയുടെ ചിതാഭസ്മം വിതറാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് അതും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഈ ഹിന്ദുമത ഭ്രാന്തന്മാർ. എത്ര വികലമായ സങ്കല്പമാണെന്ന് ആലോചിച്ച് നോക്കുക. എത്ര വികലമായ സങ്കല്പമാണ്. ആ വികലമായ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഒരു ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് അവർ. അതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. നമ്മുടെ രാജ്യം സ്വതന്ത്രമാവുന്നത് 947 ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്, നിങ്ങൾക്കറിയാം. പക്ഷേ മഹാത്മജി ആ സ്വാതന്ത്ര്യത്തിന്റെ കൈമാറ്റ ചടങ്ങിലേക്ക് പോയില്ല. 200 വർഷക്കാലം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയുള്ള ബഹുജന പ്രസ്ഥാനങ്ങളിൽ ആ ബഹുജന പ്രസ്ഥാനങ്ങളെ മുഴുവൻ നയിച്ച മഹാത്മജി 947-ൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആ അധികാര കൈമാറ്റ ചടങ്ങ് കാണുന്നതിന് വേണ്ടി അദ്ദേഹം പോയില്ല. അന്ന് ഇന്ത്യയെന്നും പാകിസ്ഥാനായെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ ആ വിഭജിക്കപ്പെട്ടതിൻ്റെ തേങ്ങലുമായി നിൽക്കുന്ന
ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ കാണാനും അതിൻ്റെ പേരിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾ, ആ വർഗീയ കലാപങ്ങളിൽപ്പെട്ട് കെടുതികൾ അനുഭവിക്കുന്ന ഇന്ത്യക്കാരെ കാണുന്നതിന് വേണ്ടിയാണ് മഹാത്മജി ആ സമയത്ത് പോയത്. അദ്ദേഹം അതിനുവേണ്ടി മാത്രമേ പോയുള്ളൂ. അദ്ദേഹം നവഖാലിയിൽ പശ്ചിമ ബംഗാളിലെ പ്രദേശങ്ങളിൽ അവിടെ എല്ലായിടവും സഞ്ചരിച്ച് അവിടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് അതിനുവേണ്ടിയുള്ള സന്ദേശങ്ങൾ നൽകുന്ന തിരക്കിലായിരുന്നു. അതിലേക്ക് പോയി. അന്ന് AICCയുടെ പ്രസിഡന്റ് ആചാര്യ കൃപലാനി അവസാനം ഗാന്ധിജിയോട് പറഞ്ഞു, അങ്ങ് ഈ ചടങ്ങിന് വരുന്നില്ലെങ്കിലും അങ്ങയുടെ ഒരു മെസ്സേജെങ്കിലും, ഒരു സന്ദേശമെങ്കിലും ഈ അധികാര കൈമാറ്റം നടക്കുന്ന സമയത്ത് അവിടെ വായിക്കാൻ കഴിയണം. അതുകൊണ്ട് അങ്ങൊരു സന്ദേശമെങ്കിലും തന്നില്ലെങ്കിൽ അത് മഹാമോശമായി പോകും. അതുകൊണ്ടൊരു സന്ദേശം എഴുതി തരാൻ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടു, കൃപലാനി ആവശ്യപ്പെട്ടു. ഗാന്ധിജി ആചാര്യ കൃപലാനിയോട് പറഞ്ഞു, നിങ്ങൾക്ക് മോശമായി തോന്നുന്നെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നിക്കൂ, ഞാൻ ആ ചടങ്ങ് കാണുന്നതിന് വേണ്ടിയില്ല. അദ്ദേഹം പോയില്ല, ഒരു സന്ദേശവും കൊടുത്തില്ല. വെട്ടിമുറിച്ച ഇന്ത്യയിൽ വർഗീയ കലാപം ആളിക്കത്തുന്ന സന്ദർഭത്തിൽ അതൊരു ആഘോഷമാക്കി, സ്വാതന്ത്ര്യ ദിനാഘോഷമാക്കി മാറ്റുന്നതിന് ഞാനില്ല എന്ന സമീപനമെടുക്കുകയായിരുന്നു ഗാന്ധിജി എന്ന്. അത്രമാത്രം ആ ഹൃദയം വേദനിച്ചു. ഇന്ത്യയിലെ ജനങ്ങളെ ഹിന്ദുവെന്നും മുസ്ലിമെന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ആ നിലയിൽ രാജ്യത്തെയും വെട്ടിമുറിച്ച ആ സമീപനത്തോട് യോജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അന്ന് ഗാന്ധിജി ആ ചടങ്ങിന് പോകാതിരുന്നത്. നാഥുറാം വിനായക ഗോഡ്സെ ഉൾപ്പെടെയുള്ള ഹിന്ദു മഹാസഭയുടെ ആളുകൾക്ക് അതും ഗാന്ധിജിയോട് വൈരാഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കാരണമായി മാറി എന്നത് സൂചിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും 1950 നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കാവുന്നത്. 50 ജനുവരി 26 ഇന്ത്യ അതിൻ്റെ ഭരണഘടന അംഗീകരിച്ചു. ആ ഭരണഘടനയനുസരിച്ച് നമ്മളൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. ഇന്ത്യക്ക് ഔദ്യോഗികമായ ഒരു മതമില്ല. നിങ്ങളിൽ പലരും ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്. ചരിത്രവും രാഷ്ട്രീയവും പൊളിറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ കാണും. രാഷ്ട്രമീമാംസ അത് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇന്നത്തെ സ്ഥിതി എടുത്തു നോക്കിയാൽ അവിടെ ഔദ്യോഗിക മതം ഇന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ക്രിസ്ത്യാനിറ്റി എഴുതിയിട്ടുള്ളതുണ്ട്, ഇസ്ലാം എന്നെഴുതിയിട്ടുള്ളതുണ്ട്, പലതുമുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഔദ്യോഗികമായ ഒരു മതമില്ല എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഔദ്യോഗികമായ ഒരു മതം നമ്മുടെ രാജ്യത്തിനില്ല. ഏത് മതത്തിലും വിശ്വസിക്കാനും ഏത് മതവും പ്രചരിപ്പിക്കാനും ഏത് മതവും അനുഷ്ഠിക്കാനും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശം നൽകുന്നു. ഇവിടെ നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് മതേതരത്വം എന്നുള്ള വാക്ക്, ആ മതേതരത്വം എന്നുള്ള വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ അനുച്ഛേദങ്ങളിലും നിഴലിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മുഖവുരയിൽ പ്രീആമ്പിളിൽ സെക്കുലാർ എന്നുള്ള വാക്കും സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കും എഴുതി ചേർത്തത് 1976 ഇന്ത്യൻ ഭരണഘടനയുടെ 42ാമത് ഭരണഘടനാ ഭേദഗതി ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവരുമ്പോൾ മാത്രമാണ്. അത്രയുള്ളൂ. ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്കുലാർ എന്നുള്ള വാക്കും സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കും ശ്രീമതി ഇന്ദിരാഗാന്ധി 1976 42ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടി കൂട്ടിച്ചേർത്തത്. എന്നാൽ ആ ഭരണഘടനയുടെ ഓരോ അനുച്ഛേദങ്ങളിലും ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ വംശത്തിൻ്റെ പേരിലോ ഒരു വിവേചനവും ഇന്ത്യയിലെ ജനങ്ങൾ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് പറയുകയല്ല. അതുകൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തിന് രണ്ട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന്, ഇന്ത്യൻ മതേതരത്വം എന്നുള്ള കാഴ്ചപ്പാട് മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയം മതത്തിലും ഇടപെടാൻ പാടില്ല. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. മതം രാഷ്ട്രീയത്തിലും ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയം മതകാര്യങ്ങളിലും ഇടപെടാൻ പാടില്ല. അതാണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി കാണുന്നത്. അതേസമയം തന്നെ അതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണന ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്.
എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന. ഒരു മതവും ഒന്നിനേക്കാൾ വലുതല്ല, ഒന്നിനേക്കാൾ ചെറുതുമല്ല, ഒന്നിനേക്കാൾ ശ്രേഷ്ഠമല്ല, ഒന്നിനേക്കാൾ മോശവുമല്ല. എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണനയും കൊടുക്കുന്നതാണ് ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാനാത്വത്തിലെ ഏകത്വം എന്ന് നമ്മൾ പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികൾ അതിൽ ഈ എല്ലാ മതസ്വാതന്ത്ര്യവും അനുവദിക്കുന്ന കൂട്ടത്തിൽ, അതെല്ലാം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആർട്ടിക്കിൾ 27 ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. ഞാൻ അതിൻ്റെ അനുച്ഛേദത്തിൻ്റെ നമ്പർ പറയുന്നതിന് വേണ്ടി അതിനൊരു പ്രത്യേകത ഉണ്ടായതുകൊണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന നികുതി, ഗവൺമെന്റ് ഈടാക്കുന്ന ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതി, ആ നികുതിയിൽ നിന്ന്, നികുതി പണത്തിൽ നിന്ന് ഒരു നയാ പൈസ പോലും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയോ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയോ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ കൊടുക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മതത്തിൻ്റെയും പ്രവർത്തനങ്ങളെ അത് അംഗീകരിക്കുന്നില്ല. അതിനുവേണ്ടി നികുതി കൊടുക്കാൻ പാടില്ല. എല്ലാ മതങ്ങളോടും തുല്യമായ അകലം പാലിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. നമ്മുടെ ഭരണഘടനയെ എപ്പോഴും വ്യാഖ്യാനിക്കുന്നതിൽ സുപ്രീം കോടതിയിലാണ്. പല കേസുകൾ വരുമ്പോഴാണ് നമ്മുടെ ഭരണഘടന പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത്. അങ്ങനെ വ്യാഖ്യാനിച്ച കൂട്ടത്തിൽ 1971 നമ്മുടെ കേരളത്തിലെ കാസർഗോഡുള്ള ഒരു സ്വാമിയുടെ കേസ്, നമ്മുടെ വക്കീലന്മാരായിട്ടുള്ള സാക്കൾക്ക് ഓർമ്മയുണ്ടാവും. 1971 കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. 13 സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഒരുമിച്ചിരുന്നാണ് ആ കേസ് കേട്ടത്. അതിലവർ പറഞ്ഞു, ഇന്ത്യൻ പാർലമെന്റിന് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് അവകാശമുണ്ട്. എന്നാൽ ആ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ചില സവിശേഷതകൾ അത് ഭേദഗതി ചെയ്യാൻ ഇന്ത്യൻ പാർലമെന്റിന് അവകാശമില്ല. ബാക്കി ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ വേണമെങ്കിലും, ഏത് ഭാഗം വേണമെങ്കിലും പാർലമെന്റിന് ഭേദഗതി ചെയ്യാം. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളായി കോടതി ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഭേദഗതി ചെയ്യാൻ ഇന്ത്യൻ പാർലമെന്റിന് അവകാശമില്ല എന്ന് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു. അതിലൊന്നാണ് മതേതരത്വം. ഫെഡറലിസം ഉണ്ട്, പാർലമെന്ററി ഡെമോക്രസി ഉണ്ട്, പല അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് മതേതരത്വം. ആ മതേതരത്വം എന്നുള്ള വാക്ക് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞു, അത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. അത് ഭേദഗതി ചെയ്യാൻ ഇന്ത്യൻ പാർലമെന്റിന് അവകാശമില്ല. ഇവിടെ പ്രസക്തമായ വിഷയം അതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് അതിൻ്റെ അടിസ്ഥാന സവിശേഷതകളെ മാറ്റാൻ പാടില്ല എന്ന് കോടതി തന്നെ, പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടും ഇന്നത്തെ BJPയുടെ നേതൃത്വം ഇതിനെ എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി, മത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ചിത്രമാണ് നമുക്കിന്ന് കാണാൻ കഴിയും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മാനസികമായ യോജിപ്പിനെ ഇല്ലാതാക്കുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇന്ത്യ ഒരിക്കലും ഒരു മതരാഷ്ട്രമാകാൻ സാധ്യമല്ല. ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ സാധ്യമല്ല, ഭരണഘടനാപരമായി മാറ്റാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളായി നിലനിൽക്കുന്നതിൽ ഒന്നാണ് മതേതരത്വം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ മാറ്റാൻ, ഭരണഘടനയെ ആ നിലയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് പാർലമെന്റിന് അവകാശമില്ല. പക്ഷേ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, അദ്ദേഹം കഴിഞ്ഞൊരു ദിവസം, അദ്ദേഹം വൈസ് പ്രസിഡന്റായി ചാർജ് എടുത്ത് കഴിഞ്ഞുള്ള കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, പാർലമെന്റിന് ഇതെല്ലാം അവകാശമുണ്ട്, അമെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഭരണഘടനയുടെ ഏത് ഭാഗം വേണമെങ്കിലും പാർലമെന്റിന് ഭേദഗതി ചെയ്യാനുള്ള അവകാശമുണ്ട്. വളരെ തെറ്റായ ഒരു പ്രസ്താവന ഉപരാഷ്ട്രപതി തന്നെ നടത്തി. അന്ന് രാജ്യത്തെ നിരവധി വാർത്താ മാധ്യമങ്ങൾ
ഉപരാഷ്ട്രപതിയുടെ ഈ സമീപനം തെറ്റാണെന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ഇപ്പൊ അടുത്ത സമയത്ത് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ഒരു ഭരണകൂടം തന്നെ മതത്തിന്റെ വക്താക്കളായി മാറുന്ന നിലയിലേക്ക് ഇപ്പോൾ നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. 2019 ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി അവിടെ ശിലാസ്ഥാപനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി പോയത് നമ്മൾ കണ്ടു. ഇപ്പോഴീ ജനുവരി മാസം 22-ാം തീയതി ആ രാമക്ഷേത്രം നിർമ്മിച്ച് പൂർത്തിയായിട്ടില്ലെങ്കിലും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ചെന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തി അവിടെ ആ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒരിക്കലും ഇന്ത്യൻ ഭരണകൂടം അങ്ങനെ ഒരു മതത്തിന്റെ വക്താവായി മാറാൻ പാടില്ലാത്തത്. ഇന്ത്യൻ ഭരണഘടന അത് അംഗീകരിക്കുന്നുമില്ല, അങ്ങനെ പോകാനും പാടില്ല. അതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി 22-ാം തീയതി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇന്ത്യയിലെ 4 ശങ്കരാചാര്യന്മാർ, പുരിയിലെ ശങ്കരാചാര്യർ, ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച ആ പീഠങ്ങളിലെ ഇന്നത്തെ മഠാധിപന്മാരെയും ശങ്കരാചാര്യർ എന്നാണ് വിളിക്കുന്നത്. പുരിയിലെ ശങ്കരാചാര്യർ, അതുപോലെ തന്നെ ദ്വാരകയിലെ ശങ്കരാചാര്യർ, ശൃംഗേരി മഠത്തിലെ ശങ്കരാചാര്യർ, ഇവിടെ ജാർഖണ്ഡിലെ ഒരു പീഠത്തിലെ ശങ്കരാചാര്യർ, അവർ 4 പേര് ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ല, ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. കാര്യം അതിലെ പുരി ശങ്കരാചാര്യർ നിശ്ചലാനന്ദ സരസ്വതി സ്വാമികൾ, അദ്ദേഹം വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റാണ് ഞാൻ പത്രത്തിൽ കൂടി ആദ്യം വായിച്ചത്. ബാക്കി അവരുടെ എല്ലാവരുടെയും ആ ജോഷി മഠിലെ ശങ്കരാചാര്യർ ഉൾപ്പെടെ അവർ 4 പേരും അത് പറഞ്ഞു. അതിലെ പുരി ശങ്കരാചാര്യരുടെ പ്രസ്താവന അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്, രാഷ്ട്രീയ ഇടപെടലുകൾ ഇൻ ദി റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ഏരിയ ഈസ് നോട്ട് ഡിസൈറബിൾ ആൻഡ് ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ. ഇതാണ് ആ ശങ്കരാചാര്യർ പറഞ്ഞ സെന്റൻസ്. മതപരമായ കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകൾ അനഭിലഷണീയമാണ് എന്ന് മാത്രമല്ല, അത് ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ് എന്നുകൂടി ശങ്കരാചാര്യർ പറഞ്ഞു. അവിടെ രാഷ്ട്രീയക്കാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ അവിടെ ചെല്ലുകയും ഈ രാമക്ഷേത്രം അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പ്രാണപ്രതിഷ്ഠ കർമ്മം നടത്തുകയും ചെയ്യുന്നതിനെ ശങ്കരാചാര്യന്മാർ ഹിന്ദുമത വിശ്വാസമനുസരിച്ചും ഹിന്ദുമത രീതി അനുസരിച്ചും ഏറ്റവും അതിൻ്റെ പരമോന്നത നീതിപീഠമായ ആ ശങ്കരാചാര്യ പീഠത്തിലിരിക്കുന്ന ശങ്കരാചാര്യന്മാർ തന്നെ അത് തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചു. അതിലെ ഒരു ശങ്കരാചാര്യർ അദ്ദേഹം പറഞ്ഞ കാര്യവും ഞാൻ ആ വാർത്തയിൽ വായിച്ചതാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ശ്രീരാമന്റെ പ്രതിഷ്ഠാകർമ്മം നടത്തേണ്ടുന്നത് ശ്രീരാമ നവമിയുടെ നാളുകളിലാണ്. തന്നെയുമല്ല, ഒരു ക്ഷേത്രം നിർമ്മിച്ചത് അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അങ്ങനെ പ്രതിഷ്ഠാകർമ്മം നടത്തുന്നത് ആ ധർമ്മമനുസരിച്ചും തെറ്റാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തിയാകാത്ത അമ്പലത്തിൽ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠാ കർമ്മം നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ജനുവരി 22-ാം തീയതി ഈ ജനുവരി 22-ാം തീയതി നമ്മളെല്ലാം കാണുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികളെ ഈ നിലയിലേക്ക് ഇന്ത്യൻ ഭരണകൂടം തന്നെ ഈ നിലയിലേക്ക് കണ്ടുകൊണ്ട് അവർക്ക് പ്രോത്സാഹനവും അവർക്ക് ആവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? അവിടാണ് നേരത്തെ ഇവിടെ പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ അതിൻ്റെ പുറത്ത് മറ്റൊന്നുമേ തന്നെ അവരുടെ മുമ്പിലില്ല. ഇപ്പം നരേന്ദ്രമോദി അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, 11,000 കോടി രൂപയുടെയാണ് അവിടെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. ഇനി ഇന്ത്യയുടെ തലസ്ഥാനമായി അയോധ്യയെ മാറ്റുമോ എന്നൊന്നും നമുക്ക് പറയാനൊക്കെയില്ല. ഒരുപക്ഷെ പണ്ട് തുഗ്ലക്ക് ചെയ്തതുപോലെ ഡൽഹിക്ക് പകരം അയോധ്യ ആവട്ടെ ഇന്ത്യയുടെ തലസ്ഥാനമെന്ന്
ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ, അവരിറങ്ങിപ്പോകുന്നതിന് മുമ്പ് കയറി പ്രഖ്യാപിച്ചാൽ നമുക്ക് അതിനകത്ത് അതിശയമൊന്നും തോന്നണ്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളം അയോധ്യയിൽ കൊണ്ടുവരാൻ പോവുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ അയോധ്യയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി അയോധ്യയെ കൊണ്ടുവരാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുറകിൽ നരേന്ദ്രമോദി എന്ന RSSന്റെ നേതാവിൻ്റെ മനസ്സിൽ അവിടെ കച്ചവട താല്പര്യവും കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതാണ് അവർ നോക്കുന്നത്. കാശ്മീരിൻ്റെ ഭൂമിയുടെ കാര്യത്തിലും ഈ സംഭവം ഉണ്ടായി. കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ചെയ്യുമ്പോൾ അവരതിനോടനുബന്ധമായി മറ്റൊരു നിയമം കൂടി ഭേദഗതി ചെയ്തു, മറ്റൊരു വകുപ്പ് കൂടി ഭേദഗതി ചെയ്തു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, കാശ്മീരിൽ നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് കാശ്മീരിൽ ജനിച്ചു വളർന്ന ഒരാളിന് മാത്രമേ കാശ്മീരിൻ്റെ മണ്ണ് വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയൂ. കാശ്മീരിലെ ഭൂമി നമുക്ക് പോയി പത്തനംതിട്ട ജനിച്ചു വളർന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് കാശ്മീരിൽ പോയി ഭൂമി വാങ്ങിക്കാൻ ഒക്കുകയില്ല. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് കാശ്മീരിൽ പോയി ഭൂമി വാങ്ങിക്കാൻ ഒക്കുകയില്ല. ഡൽഹിയിലുള്ള ഒരാളിനും കാശ്മീരിൽ പോയി ഭൂമി വാങ്ങിക്കാൻ ഒക്കുകയില്ല. കാശ്മീരിൻ്റെ ഭൂമി വാങ്ങിക്കണമെങ്കിൽ ആ വ്യക്തി കാശ്മീരിൽ തന്നെ ജനിച്ചു വളർന്നവർ ആയിരിക്കണം. അവിടുത്തെ പെർമനന്റ് റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് വാങ്ങിക്കാൻ കഴിയൂ. ആ നിയമം നരേന്ദ്രമോദി എടുത്തു കളഞ്ഞു. എന്തിനു വേണ്ടി? അങ്ങനെ എടുത്തു കളഞ്ഞതോടുകൂടി അംബാനിയും ഗൗതം അദാനിയും ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ അവിടെ വാങ്ങിച്ചു കൂട്ടുന്നത്. കാശ്മീർ ലോകത്തെ ഏറ്റവും വലിയ ഒരു സ്വർഗരാജ്യം പോലെ തോന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ ടൂറിസ്റ്റ് മേഖലയാണ്. അവിടുത്തെ ഭൂമി ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആ കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള നിയമനിർമ്മാണത്തിൻ്റെ കൂട്ടത്തിൽ 35A എന്ന് പറയുന്ന വകുപ്പ് കൂടി എടുത്തു കളഞ്ഞത്. അതോടുകൂടി ഇപ്പം ആർക്കും അവിടെ ഭൂമി വാങ്ങിക്കാം, ആർക്കും ഭൂമി വാങ്ങിക്കാം, റിസോർട്ട് കെട്ടാം. അത് അവരുടെ മൂലധന ശക്തികളുടെ ലാഭം കൊയ്യുന്നതിനുള്ള വേദിയായി കാശ്മീരിനെ മാറ്റിയെടുത്തതുപോലെ അയോധ്യയെയും അതുപോലെ മാറ്റിയെടുക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ അപകടം കാണേണ്ടുന്നത്. ഹിന്ദുത്വ ശക്തികൾ നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക. ഹിന്ദുത്വ തീവ്രവാദം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിപത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഹിന്ദുത്വ തീവ്രവാദമാണ്. അവരെ നയിക്കുന്ന അവരുടെ രണ്ടാമത്തെ സർസംഘചാലകായ ഗുരുജി ഗോൾവക്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ബഞ്ച് ഓഫ് തോട്ട്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര്. വിചാരധാര എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്. ഇന്ത്യയിൽ വളർത്തിക്കൊണ്ട് വരേണ്ടുന്നത് ഇന്ത്യൻ ദേശീയതയല്ല, ഹിന്ദുത്വ ദേശീയതയാണ്. അതാണ് RSSകാരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ വളരേണ്ടുന്നത് ഹിന്ദുത്വ ദേശീയതയാണ്. ആ ഹിന്ദുത്വ ദേശീയതയിൽ കൂടി ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അതിനെതിരായി വരുന്ന എല്ലാ ശക്തികളെയും എതിർക്കുക എന്നുള്ളതാണ് അവരെടുത്തിട്ടുള്ള സമീപനം. അദ്ദേഹം സോഷ്യലിസം എന്നുള്ള വാക്കിനെ വിചാരധാരയിൽ വളരെ പുച്ഛിച്ചാണ് തള്ളുന്നത്. ഫെഡറലിസം എന്ന സങ്കല്പം അദ്ദേഹം അംഗീകരിക്കുന്നേയില്ല. വിചാരധാരയിൽ ഗുരുജി ഗോൾവക്കർ പറഞ്ഞിരിക്കുന്നത് ഫെഡറലിസം എന്നുള്ള വാക്ക് നമ്മുടെ രാജ്യത്തെ വിഭാഗീയതയുടെ വിത്തുകൾ വിതയ്ക്കുന്നതിന് മാത്രമേ സഹായിക്കൂ എന്നാണ്. വിഭാഗീയത തലമുക്കും, അതുകൊണ്ട് ഫെഡറൽ കൺസെപ്റ്റ് പാടില്ല എന്നാണ് RSSന്റെ നേതൃത്വം പറയുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര അവഗണനയെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. സംസ്ഥാനങ്ങൾ ശക്തമാകുന്നതിനെ അവരംഗീകരിക്കുന്നില്ല, RSS അംഗീകരിക്കുന്നില്ല. ഏകരാഷ്ട്രം, ഒറ്റ രാഷ്ട്രമായി ഇന്ത്യയെ കൊണ്ടുവരിക, അവിടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ അധികാരമോ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ പദവിയോ അതൊന്നും തന്നെ പാടില്ല. ഇന്ത്യയെ ഒരു ഏകരാഷ്ട്രമാക്കി കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ്, അതുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവരുന്നത്. ഗുരുജി ഗോൾവക്കർ തൻ്റെ പുസ്തകത്തിൽ ഹിന്ദുത്വ ദേശീയതയെ വളർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ വാദഗതികളെല്ലാം നിരത്തുന്നത്. ആ കൂട്ടത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വൈശിഷ്ട്യം, അതിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്
അദ്ദേഹം 1, 2, 3 ഇങ്ങനെ വരയിട്ട് നമ്പറിട്ട് അതെല്ലാം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു. ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും അവർ വൈദേശികമായ എല്ലാം ഉപേക്ഷിക്കണം. അതിൽ അദ്ദേഹം വൈദേശികത്തെക്കുറിച്ച് പറയുമ്പോൾ 2 പേരുകൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനതൊരു ആ പുസ്തകം വായിക്കുമ്പോൾ ആ പേരുകളുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് ആവർത്തിച്ചു നോക്കി. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സയ്യിദ് എന്ന് പേരിടും. അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം, സയ്യിദ് എന്ന് പേരിട്ടിരിക്കുന്നത് അത് വിദേശ രാജ്യത്ത് നിന്ന് കടമെടുത്ത പേരാണ്, അത് പാടില്ല. ചിലർ അവരുടെ പേരിനോടൊപ്പം ഷെയ്ഖ് എന്ന് പേരിടും. ഷെയ്ഖ്, ആ ഷെയ്ഖ് എന്നുള്ളത് ഭാരതീയമല്ല, അത് വിദേശ രാജ്യത്തു നിന്നുള്ള പേരാണ്, അതൊന്നും പാടില്ല. നിങ്ങൾ വിദേശീയമായ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാരതീയ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് ഭാരതീയ സംസ്കൃതിക്കനുസരിച്ച് അത് വിലയം ചെയ്യണം, അതിലേക്ക് സമന്വയിക്കപ്പെടണം എന്നാണ് ഗുരുജി ഗോൾവക്കർ അദ്ദേഹത്തിന്റെ വിചാരധാരയിൽ കൂടി ഇന്ത്യയിലെ മുസ്ലിം ക്രൈസ്തവ സഹോദരന്മാരോടായി അഭ്യർത്ഥിക്കുന്നത്. എന്നിട്ട് ശിവജിയെക്കുറിച്ച് ഇവിടെ നേരത്തെ അഖിൽ പറഞ്ഞ ശിവജിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങളെല്ലാം ഉണ്ട്. ശിവജിയുടെ സൈന്യാധിപൻ, നാവിക സൈന്യാധിപൻ, അതൊക്കെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആ നിലയിൽ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് സമർത്ഥിക്കാൻ വേണ്ടി ശിവജിയെയും അദ്ദേഹം ആ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തെ എവിടത്തേക്ക് നയിക്കും? ഇന്ത്യയെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും? ഒരു മതനിരപേക്ഷ രാജ്യമായി നിലനിൽക്കേണ്ടുന്ന ഇന്ത്യ, ഒരു മതേതരത്വ രാജ്യമായി നിലനിൽക്കേണ്ടുന്ന ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറ്റുന്നതിന് വേണ്ടി ഇവർ നടത്തുന്ന പരിശ്രമങ്ങൾ രാജ്യത്തെ വീണ്ടും ഭിന്നിപ്പിക്കും, ജനങ്ങളെ തമ്മിലടിപ്പിക്കും, ജനങ്ങളുടെ ഐക്യം, അവരുടെ യോജിപ്പ്, അതിനെയെല്ലാം തകർക്കുന്നതായി. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഐക്യവും രാജ്യത്തിന്റെ അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അത് ചെയ്യാൻ കഴിയുന്നത് ഇന്ന് ഇന്ത്യയിലെ യുവത്വമാണ്. യുവാക്കളാണ് മുന്നിട്ട് വരേണ്ടത്. അതിൽ ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ഈ ഫാസിസ്റ്റ് ശക്തികൾ, BJP ഇതര ഗവൺമെന്റുകളെ ഇപ്പോൾ വേട്ടയാടുകയാണ്. അവരെ വേട്ടയാടുക, അന്വേഷണ ഏജൻസികൾ മുഖേന വേട്ടയാടുന്നു. കേന്ദ്ര ഗവൺമെന്റ് ന്യായമായിട്ടും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന സാമ്പത്തിക വിഹിതം കൊടുക്കാതെ അവരെ വീർപ്പ് മുട്ടിക്കുന്നു. ആ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രവർത്തനങ്ങളെ ഭാഗികമായി ഇല്ലാതാക്കി കൊണ്ടുവരാനും, ഗുരുജി ഗോൾവക്കർ പറഞ്ഞതുപോലെ ഫെഡറലിസം രാജ്യത്ത് അനൈക്യം വളർത്തും, വിഭാഗീയത വളർത്തും, സംസ്ഥാനങ്ങൾ തമ്മിൽ ആ നിലയിലേക്കുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ഫെഡറൽ കൺസെപ്റ്റേ RSS അംഗീകരിക്കുന്നില്ല. RSS അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാർ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വരണം. അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക്, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലേക്ക്, ഇന്ത്യയുടെ ഫെഡറലിസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലേക്ക്. അതിന് നമ്മൾ മാത്രം പോരാ, നമ്മളോടൊപ്പം കൂടാൻ കഴിയുന്ന മുഴുവൻ ജനങ്ങളെയും കോർത്തിണക്കാൻ കഴിയണം. നമ്മളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന മുഴുവൻ ചെറുപ്പക്കാരെയും കോർത്തിണക്കാൻ കഴിയണം. എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ഫെഡറലിസവും സംരക്ഷിക്കാൻ വേണ്ടുന്ന പോരാട്ടത്തിലേക്ക് പോകാനുള്ള സമയമാണ് ഈ സമയം എന്നുള്ളത് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യത്തെ പോലും അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം സംരക്ഷിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും സവിശേഷമായ ആ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമായി വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നമ്മൾ മാറ്റുകയാണ് വേണ്ടുന്നത്. നമുക്ക് മറ്റൊരു മാർഗമില്ല. അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ പുറത്താക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് പോവുകയല്ലാതെ നമുക്ക് മറ്റൊരു മാർഗമില്ല. നിർഭാഗ്യവശാൽ കോൺഗ്രസ് അതിൽ BJPക്കെതിരായ, RSSനെതിരായ, ഇന്ത്യൻ ഫെഡറലിസം തകർക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വം തകർക്കുന്ന ഈ പോരാട്ടത്തിൽ വൈമനസ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുന്നത്.
അവരുടെ ചില എനിക്ക് തോന്നുന്നത് ഒരു ആലോചനക്കുറവിൻ്റെ ഫലമായി ഇന്ത്യ മുന്നണി തന്നെ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ എന്തായാലും ഫെബ്രുവരി മാസം പകുതിയോടുകൂടിയെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും. ആ സമയത്ത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ മുന്നണിയെ സജ്ജമാക്കുന്നതിനുള്ള പരിശ്രമം നടത്തുന്നതിന് പകരം ഇപ്പോഴവർ പോയിരിക്കുന്നത് ഭാരത് ജോഡോയുടെ 2ാം ഘട്ടം ന്യായ യാത്ര നടത്താൻ. എന്താ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അവർക്കൊരു നേട്ടമുണ്ടായി. കന്യാകുമാരി മുതൽ കാശ്മീരിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു യാത്ര നടത്തിയപ്പോൾ, ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ കർണാടകത്തിലൊക്കെ വന്ന ഒരു മാറ്റം, ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞത്, കോൺഗ്രസിന് കുറച്ച് മുന്നോട്ട് പോകാൻ സംഘടനാപരമായി കഴിഞ്ഞത്, അത് ഏതാണ്ടൊരു വലിയ കാര്യമായി കോൺഗ്രസ് കണ്ടു. അതുകൊണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ നിന്ന് അടുത്ത ജോഡോ യാത്ര നടത്തിക്കൊണ്ട് ബംഗാളിലും ആസാമിലും ബീഹാറിലും അവിടെയൊക്കെയുള്ള പ്രാദേശിക പാർട്ടികളെ ഞെരുക്കി കോൺഗ്രസിന് മാത്രമായി അധികാരത്തിൽ വരാൻ കഴിയും, അതിന് കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ പോയതിന്റെ ഫലമായിട്ടാണ് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യ മുന്നണി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നു. കോൺഗ്രസിന് അവരുടെ പാർട്ടിയുടെ കാര്യം മാത്രം നോക്കാനേ ഇപ്പൊ സമയമുള്ളൂ. BJP എന്ന ഹൈന്ദവ ഫാസിസം, വർഗീയ ഫാസിസം, അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി എല്ലാ മാർഗവും കോടിക്കണക്കിന് രൂപ മുടക്കി രാഷ്ട്രീയ പാർട്ടികളെ വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ, MP-മാരെ വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ, MLA-മാരെ വിലയ്ക്ക് വാങ്ങിക്കുമ്പോൾ അതിനെ തടയുന്നതിനുള്ള തന്ത്രങ്ങൾ ആലോചിക്കുന്നതിന് പകരം ഞങ്ങൾക്ക് 2 സീറ്റ് അധികം കിട്ടുന്നത് എങ്ങനെ, ഞങ്ങളുടെ പാർട്ടിയെ ഇപ്പോഴെങ്ങനെ ശക്തിപ്പെടുത്താം എന്ന നിലയിൽ ആലോചിച്ചുകൊണ്ട് മണിപ്പൂരും ആസാമും ബംഗാളും ബീഹാറും അവിടെ കൂടെയൊക്കെ ജോഡോ യാത്ര നടത്താൻ പോയതിന്റെ ഫലമായി പല ഇന്ത്യ മുന്നണിയിലെ പലരും വിട്ടുപോയി. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ പാപ്പരത്വമാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് നിതീഷ് കുമാറും ഇനി ആരെങ്കിലും വിട്ടുപോയാൽ അവരും വിട്ടുപോകുന്നതിന് ഇടയാക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മുടെ മുമ്പിലുള്ള അപകടം ചെറുതല്ല. മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്ന ഒരു രാജ്യത്തെ മതരാഷ്ട്രമാക്കാനും അത് ഫലത്തിൽ ഹിന്ദുരാഷ്ട്രമാക്കാനും വേണ്ടി ഒരു കൂട്ടം ആളുകൾ അധികാരത്തിലിരുന്നു കൊണ്ട് പരിശ്രമിക്കുമ്പോൾ അതിനെ തടയുന്നത് എങ്ങനെ എന്നാലോചിക്കുന്നതിന് പകരം സ്വന്തം സീറ്റും സ്വന്തം പാർട്ടിയും നോക്കിക്കൊണ്ട് ഇന്ത്യയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19% വോട്ട് വാങ്ങി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന കോൺഗ്രസ്, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ടുന്ന കോൺഗ്രസ്, അവർ കാണിച്ച രാഷ്ട്രീയ അല്പത്തരത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്രൈസിസ് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത്. അത് ഫലത്തിൽ ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാൽ പോലും ഇന്ത്യയെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി നിലനിർത്താൻ, ഇന്ത്യയെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിലനിർത്താൻ, അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലേക്ക് പോകാൻ നാം തയ്യാറാവുകയും നാം അതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും കോർത്തിണക്കിക്കൊണ്ട് ആ പോരാട്ടത്തിലേക്ക് പോകാൻ AIYF-നാകട്ടെ, AIYF-ന് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ ഡെമോക്രാറ്റിക് സ്ട്രീറ്റിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ചെറുപ്പക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലുള്ള അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഈ സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, അഭിവാദ്യം. ഡെമോക്രാറ്റിക് സ്ട്രീറ്റിൽ പങ്കെടുക്കുന്ന സമരസഹാക്കൾ അവിടെ തന്നെ തുടരേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം നാളെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് ഈ സ്ട്രീറ്റിനെ അഭിവാദ്യം ചെയ്യുന്നില്ല. തുടർന്ന് ഡെമോക്രാറ്റിക് സ്ട്രീറ്റിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് AIYF-ന്റെ ദേശീയ നിർവാഹക സമിതി അംഗവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് R. ജയനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. പ്രിയപ്പെട്ട ഈ സമരപരിപാടിയുടെ അധ്യക്ഷൻ, AIYF-ന്റെ ജില്ലാ പ്രസിഡന്റ് സഖാവ് അഡ്വക്കേറ്റ് സുഖാസം ഹനീഫ്,
വേദിയിലുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു XMLA, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് CK ശശിധരൻ, AIBF-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് S അഹിൽ, സംഘാടക സമിതിയുടെ ചെയർമാൻ സഖാവ് ഹരിദാസ്, AIBF-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ശ്രീനാദേവി അടക്കമുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, സമര പോരാളികളായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വർഗീയ ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് എന്ന പേരിൽ പത്തനംതിട്ടയിൽ ഇപ്പോൾ നമ്മൾ ഇന്നും നാളെയുമായി നടക്കുന്ന ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുന്നത് പോലെ കേരളത്തിലെ 14 ജില്ലകളിലും AIYF-ന്റെ ആയിരക്കണക്കിന് സഖാക്കൾ ഇതേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡെമോക്രാറ്റിക് സ്ട്രീറ്റുകൾ 14 ജില്ലയിലും സമര തെരുവുകളാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ ചെറുപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടുന്ന ഏറ്റവും ഉത്തരവാദിത്വപൂർണവും പ്രതിജ്ഞാബദ്ധവുമായ ചുമതലയാണ്, രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് AIYF കേരളത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. രാജ്യമാകെ രാമഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷം സംജാതമായിരിക്കുന്നു എന്ന വലിയ ആശ്വാസത്തിലാണ് 2024 തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഒരുങ്ങുന്ന BJP-യുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടു മുമ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിധി കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയത്തിന്റെ തുടർച്ച ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തങ്ങൾക്ക് അനുകൂലമായി എന്നുള്ളത് BJP-ക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. ഇവിടെ ഉദ്ഘാടക പ്രസംഗകൻ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി എന്ന രാജ്യത്തിന്റെ പ്രതീക്ഷ കോൺഗ്രസിന്റെ ദുരഭിമാന ബോധം കൊണ്ടും അമിത ആത്മവിശ്വാസം കൊണ്ടും വർത്തമാന ദിനങ്ങളിൽ ആകെ വെല്ലുവിളികൾ നേരിടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമായിരുന്നു അവസാനം നടന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനെ ലോകരാഷ്ട്രീയം തന്നെ 2024 ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ആ സെമി ഫൈനലിൽ വിജയിക്കുക എന്നുള്ളത് BJP വിരുദ്ധ, സംഘപരിവാർ വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തെ കേവലമായ സ്വാർത്ഥ താല്പര്യങ്ങളുടെയും സീറ്റ് മോഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ തച്ചു തകർത്ത കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ പ്രതീക്ഷയെ തകർത്തുകൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തിന്, ആ മതേതരത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതീക്ഷാപൂർവമായ പോരാട്ടത്തിൽ ഒറ്റുകാരായി മാറുന്ന കാഴ്ച കാണേണ്ടി വന്നു എന്ന് ഈ നിമിഷം നിന്നുകൊണ്ട് പറയേണ്ടി വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൗർഭാഗ്യകരമായ നിരുത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ നിരുത്തരവാദിത്വത്തെ ഇന്ത്യ മഹാരാജ്യത്തെ കോൺഗ്രസിന് മറികടക്കുവാനാകാത്തത് ഭാരത് ജോഡോ യാത്രയിൽ അവിടെയും ഇവിടെയും ഓടിക്കൂടുന്ന ആളുകളും സ്വീകരണ കേന്ദ്രങ്ങളിൽ മുഴങ്ങുന്ന കതിനയുടെ ഒച്ചയുമെല്ലാം കോൺഗ്രസിനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുവാൻ വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ആഘോഷ പകിട്ടുകളായി അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യയുടെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കോൺഗ്രസ് പോകുന്നതിന്റെ ദുരന്തം ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ മതേതരത്വവും
ഈ രാജ്യത്തിന്റെ നാനത്വത്തിൽ ഏകത്വവും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒന്നായി 2024 ഒരു BJP വിജയം കൂടി ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്ന് ഈ നാടിനോട് ഉറക്കെ പറയാൻ തയ്യാറാകുന്ന ചെറുപ്പത്തിന്റെ ആത്മവീര്യമാണ്, ആ ചെറുപ്പത്തിന്റെ ഉത്തരവാദിത്ത നിർവഹണമാണ് ഈ സായം സന്ധ്യയിലും നാളെ രാവിലെ ഉദിച്ചുയരുന്ന സൂര്യന് ശേഷം 11 മണി വരെയും ഈ സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്ന സമരങ്ങളിലൂടെ AIYF പ്രഖ്യാപിക്കുന്നത്, AIYF ഈ സമൂഹത്തോട് തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ രാജ്യം നേരിടുന്ന വർത്തമാനകാല വെല്ലുവിളികൾ നിരവധിയാണ്. ആ വെല്ലുവിളികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറാണ്. ആ സംഘപരിവാർ ഇന്ത്യയുടെ ഭരണഘടനയോട് യാതൊരു നീതിയും പ്രതിബദ്ധതയും പുലർത്തുന്നവരല്ല. അവർക്ക് ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയോട് യാതൊരു കൂറുമില്ലാത്തവരാണ്. ഈ രാജ്യത്തിന്റെ നാനത്വത്തിലേകത്വം എന്ന മഹത്തായ ആശയത്തോട് യാതൊരു പ്രതിബദ്ധതയും താല്പര്യവുമില്ലാത്തവരാണ് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാറും BJPയും. ഈ രാജ്യത്തെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന മതേതരത്വം എന്ന പദം കേട്ടാൽ അലർജിയുള്ളവരാണ് ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറുകാർ. 70 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യം 7 പതിറ്റാണ്ടിലധികമായി നീണ്ടുനിന്ന സ്വാതന്ത്ര്യത്തിന്റെ വലിയ സുവർണ നാളുകളിൽ നാം പടുത്തുയർത്തിയ ഈ രാജ്യത്തിന്റെ പുരോഗതി, പഞ്ചവത്സര പദ്ധതികളിലൂടെ നമ്മുടെ നാട് നേടിയെടുത്തിയ പുരോഗതി, ആ പുരോഗതിയുടെ തുടർച്ചയിൽ അധികാര കസേരയിൽ വന്നിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് ചന്ദ്രയാൻ വിക്ഷേപണം നടത്തുമ്പോൾ ചന്ദ്രയാൻ ദൗത്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന റോക്കറ്റ് കൊണ്ടുവരുന്ന ട്രെയിലറിന്റെ അടിയിൽ ഒരു നാരങ്ങ വെച്ച് ഉരുട്ടി അതിലൂടെ കടന്നു പോയാൽ മാത്രമേ വിശ്വാസപ്രകാരം ചന്ദ്രയാൻ വിജയിക്കുകയുള്ളൂ എന്ന് കരുതുന്ന വിഡ്ഢിയാന്മാരായ ഭരണാധികാരികളായി ഇന്ത്യയുടെ പുരോഗതിയുടെ പതാക കൈമാറുവാൻ 2014 ഈ നാട്ടിലെ ജനങ്ങളെ അധികാരം കൊടുക്കുകയും 2019 അത് ആവർത്തിക്കുകയും ചെയ്ത BJP തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടുന്നത് നെഹ്റു ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി പിടിച്ചു തുടങ്ങിയ പതാക, ആ പതാകയെ ഈ രാജ്യത്ത് നശിപ്പിക്കുന്ന സമീപനമാണ് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാമക്ഷേത്രം എന്ന സംഘപരിവാറിന്റെ ആശയം അത് ഇന്ത്യയിൽ നെഹ്റു ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. അന്ന് അവർ കർസേവ നടത്തിയിരുന്നു. ആ കർസേവയിലേക്ക് ഒരു രാമന്റെ വിഗ്രഹവുമായി കടന്നു വന്ന RSSന്റെ കർസേവകരുടെ കയ്യിൽ നിന്ന് ആ രാമന്റെ വിഗ്രഹം അയോധ്യയുടെ മണ്ണിൽ വെച്ച് പിടിച്ചെടുത്ത് രാമൻ സ്വയം നിമഞ്ജനം ചെയ്ത സരയൂ നദിയുടെ ആഴപ്പതപ്പുകളിലേക്ക് ആ വിഗ്രഹത്തെ നിമഞ്ജനം ചെയ്തുകൊണ്ട് വിശ്വാസികളുടെ മനസ്സിന് പോറലേൽപ്പിക്കാതെ RSSന്റെ കീടനാജണ്ടയെ തകർത്തു കളഞ്ഞ ഒരു നെഹ്റു ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ 1991 ഡിസംബർ മാസം 6-ാം തീയതി RSSന്റെ രണ്ടാമതൊരു കർസേവ, ആ കർസേവ ഈ രാജ്യത്തിന്റെ മണ്ണിൽ അയോധ്യയുടെ മണ്ണിൽ കാലുകുത്തുകയുണ്ടായി. അതിനു മുമ്പ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഒരു കർസേവ നടക്കുകയുണ്ടായി. ആ കർസേവ ബീഹാറിന്റെ മണ്ണിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും അന്ന് ലല്ലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ഉജ്ജ്വലനായ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ ഉജ്ജ്വലനായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ നേതാവ്, 3ാം മുന്നണിയുടെ നേതാവായിരുന്ന ലല്ലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ വെച്ച് കർസേവയെ തടയുകയും സാക്ഷാൽ LK അദ്വാനി അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇന്ത്യ മഹാരാജ്യം കണ്ട ചരിത്രമാണ്. അതിനുശേഷം 91 ഈ രാജ്യത്ത് കർസേവ നടത്തുകയും ആ കർസേവയുടെ ഭാഗമായി അയോധ്യയിലേക്ക് രാമജന്മഭൂമിയിലേക്ക് കടന്നുപോയ സംഘപരിവാറുകാർ ഓരോ സീമകളും കടന്നു പോകുമ്പോൾ മൗനമുനിയായ ഇന്ത്യയിലെ കോൺഗ്രസുകാരനായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേരെ എതിരെ നിൽക്കുന്ന ഇന്ത്യയിലെ കോൺഗ്രസ് പ്രധാനമന്ത്രിയായി നമുക്ക് കാണാൻ കഴിയുന്ന നരസിംഹറാവു രാജ്യം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെ, റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെ ഇന്ത്യൻ മതേതരത്വത്തിന് നേരെ സംഘപരിവാറിന്റെ കർസേവ കടന്നു വന്നപ്പോൾ ഈ രാജ്യത്ത് മൗനത്തിൽ ആറാടുകയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം.
കർസേവ നടത്തിയവർ ബാബറി മസ്ജിദിന്റെ മതേതരത്വ താഴികക്കുടങ്ങളെ തല്ലി തകർക്കുമ്പോൾ നരസിംഹ റാവു എന്ന് പറയുന്ന മൗനമുനി ഒരക്ഷരം ഉരിയാടുകയോ അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മതേതരത്വത്തിനു നേരെ ഉയരുന്ന ആ ആക്രമണത്തിൽ തകർന്നു വീഴുന്ന ആ മസ്ജിദിന്റെ ഓരോ ശിലകളും തകർന്നു വീഴുമ്പോൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഭരണകാലയളവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നെഹ്റു കെടുത്തിയ സംഘപരിവാറിന്റെ വർഗീയ കോമരങ്ങളുടെ അഴിഞ്ഞാട്ടത്തെ ഈ രാജ്യത്താളിക്കത്തിക്കുവാൻ അവസരം കൊടുത്തത് നരസിംഹറാവു എന്ന കോൺഗ്രസ്സുകാരനാണ്. പിന്നെ നമ്മൾ കാണുന്നത് കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ BJP ആകുന്നതാണ്, കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ സംഘപരിവാറാകുന്നതാണ്. കോൺഗ്രസ്സുകാരായ ആളുകളെല്ലാം ഇന്ന് ഈ രാജ്യത്തെ 1800ഓളം വരുന്ന BJPയുടെ MP-മാർ MLA-മാർ അതിൽ 60% വരുന്നവരായി ഇന്ത്യയിലെ കോൺഗ്രസ് മാറുന്നതാണ് നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സംഘപരിവാറിനെ കരുത്താർജിപ്പിക്കുന്ന പണിയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനു വേണ്ടി മൃദു ഹിന്ദുത്വത്തിന്റെ പതാക വീശി സ്വന്തം പ്രസ്ഥാനത്തെ ഗാന്ധിയുടെ കോൺഗ്രസിനെ, നെഹ്റുവിന്റെ കോൺഗ്രസിനെ, ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിനെ സംഘപരിവാറിന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് ആക്കി മാറ്റിയത് നരസിംഹറാവു അടക്കമുള്ള പിന്നീട് ഇങ്ങോട്ട് വന്ന ഓരോ കോൺഗ്രസുകാരുമാണ്. ഇന്ന് അതേ പണി തന്നെ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇന്ത്യ മഹാരാജ്യത്തെ പ്രതീക്ഷയായി ഭാരത് ജോഡോ യാത്രയിലൂടെ ഉയർന്നു വന്നൊരാവേശം കർണാടകയിൽ കോൺഗ്രസിന്റെ വിജയമൊരുക്കുന്നതിന് നേതൃത്വം നൽകിയ അവരുടെ ക്യാപ്റ്റൻ സാക്ഷാൽ രാഹുൽ ഗാന്ധി, ആ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധി തന്നെ ഇന്ന് ഓരോ ആരാധനാലയങ്ങളിൽ ചെല്ലുമ്പോൾ ആ ആരാധനാലയങ്ങളിലെ വിശ്വാസിയുടെ മതപുരോഹിതന്മാരുടെ വേഷം പ്രച്ഛന്ന വേഷമായി കെട്ടിക്കൊണ്ട് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മുകളിൽ ഉയരുന്ന സംഘപരിവാർ ഭീഷണിക്ക് മുന്നിലുള്ള പ്രതിരോധത്തിനു പകരം ഒരു കോമാളി വേഷധാരിയായി ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ AIYF-ന്റെ പോരാളികൾ പറയുന്നു, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടന, ആ ഭരണഘടന വിസ്മൃതിയിലാകപ്പെടാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ജനാധിപത്യം അസ്തമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, നാം ഏകാധിപത്യത്തിന്റെ കീഴിൽ അമരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉജ്ജ്വലമായ പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ യുവജന സംഘടനകളെയെല്ലാം ഏതാണ്ട് ഒരു മാസക്കാലം മുമ്പ് ഡൽഹിയിൽ ഒരുമിച്ച് വിളിച്ചു ചേർത്ത ഇന്ത്യയിലെ യുവജന സംഘടനയുടെ പേരാണ് AIYF. AIYF-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇന്ത്യയിലെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഒരു ദേശീയ കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു ദേശീയ സമ്മേളനം, ആ സമ്മേളനത്തിന്റെ സദസ്സിലാകെ AIYF-കാരെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയോടൊപ്പമുള്ള യുവജന സംഘടനകളുടെ നേതാക്കന്മാരെ കൊണ്ടുവന്നിരുത്തി ഒരൈക്യനിര കെട്ടിപ്പടുത്ത ഇന്ത്യയിലെ പ്രതിജ്ഞാബദ്ധമായ യുവജന സംഘടനയാണ് AIYF. ഈ രാജ്യത്തിന്റെ സമരത്തെ, ഈ രാജ്യത്തിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ, സംഘപരിവാർ ആശയങ്ങൾക്കെതിരെയുള്ള അഗ്നിയെ ആളിക്കത്തിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ലോങ് മാർച്ച് സംഘടിപ്പിച്ച യുവജന സംഘടനയാണ് AIYF. സംഘപരിവാർ ഇപ്പോൾ ഈ രാജ്യത്താകെ സൃഷ്ടിച്ചിരിക്കുന്ന നിരോധനങ്ങൾക്കെതിരെ അവരുടെ ഇന്റലിജൻസ് സംവിധാനം ഇന്ന് രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പട്ടികയിലേക്ക് ഈ രാജ്യത്തെ ചെറുപ്പക്കാരായ AIYF-കാർ അണിനിരത്തപ്പെടുമ്പോൾ ആ അണിനിരത്തപ്പെടുന്ന ഇന്റലിജൻസ് കേന്ദ്രങ്ങളുടെ മുന്നിലേക്ക് രാഷ്ട്രീയ നിശ്ചയദാർഢ്യത്തിന്റെയും കരളുറപ്പിന്റെയും അതേപോലെ തന്നെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെയും ഒരു കാരണവശാലും അതിന്റെ മുന്നിൽ അടിയറ വയ്ക്കുവാൻ, സംഘപരിവാറിന്റെ മുന്നിൽ അടിയറ വെക്കാൻ കഴിയാത്ത നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയുമുള്ള രാഷ്ട്രീയ ബോധ്യം നയിക്കുന്നവരാണ് ഈ ചെറുപ്പക്കാരെന്ന് സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഒരുക്കുമ്പോൾ ആ ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ ഈ രാജ്യത്തെ സംഘപരിവാറിന്റെ രാജ്യദ്രോഹികളുടെ പട്ടികയിലേക്ക് അവർ അണിനിരത്തുന്ന ചെറുപ്പമായി ഞങ്ങൾ മാറുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ്. ഈ രാജ്യം ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ, ആ ബ്രിട്ടീഷുകാരുടെ കീഴിൽ നാട്ടുരാജാക്കന്മാർ ആകെ തന്നെ സംതൃപ്തരായും കപ്പം കൊടുത്തും കഴിഞ്ഞിരുന്ന കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഈ രാജ്യത്തെ സവർണ ഭൂപ്രമാണിമാരെല്ലാം ഒരുമിച്ച് നിന്നിരുന്ന കാലഘട്ടത്തിൽ ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ രാജ്യത്ത് രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ച് അറസ്റ്റ് ചെയ്ത്
കഴുമരത്തിലേറ്റി തൂക്കിക്കൊന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഭഗത് സിംഗ്. ആ ഭഗത് സിംഗിന്റെ പ്രിയപ്പെട്ട യുവജന സംഘടന, അദ്ദേഹം രൂപീകരിച്ച നവജവാൻ സഭ എന്ന് പറയുന്ന യുവജന സംഘടന, ആ യുവജന സംഘടന ചേർന്ന് പ്രവർത്തിക്കുന്ന ആ യുവജന സംഘടന അലിഞ്ഞു ചേർന്ന ലയിച്ചു ചേർന്ന ഇന്ത്യയിലെ യുവജന സംഘടനയുടെ പേരാണ് AYF. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീരന്മാരായ ദേശാഭിമാനികളെയെല്ലാം രാജ്യദ്രോഹികളായി 1947 മുമ്പ് കണ്ട ഈ രാജ്യത്തെ കൊളോണിയൽ ഭരണം, ആ കൊളോണിയൽ ഭരണത്തിന്റെ കണ്ണില്ലാത്ത മൂക്കില്ലാത്ത ചെയ്തികളുടെ മുന്നിൽ പതറാതെ നിന്ന് തൂക്കുമരങ്ങളെ സ്വീകരിച്ച ASFകാരനായ ഹേമു കലാനി, നവജവാൻ സഭയുടെ ഭഗത് സിംഗ് അടക്കമുള്ള പോരാളികൾ, ആ പോരാളികളുടെ ഉജ്ജ്വലമായ സമര പോരാട്ടത്തിന്റെ പിന്തുണച്ച അവകാശികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ആത്മാഭിമാനത്തോടു കൂടി പറയുന്നു, സംഘപരിവാറിന്റെ ഭീഷണികൾക്ക് മുന്നിൽ അവർ ഒരുക്കുന്ന രാജ്യദ്രോഹി പട്ടികയിൽ ഇടം പിടിക്കുമെന്നുള്ളത് കൊണ്ട് പോരാട്ടം അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ തയ്യാറാകുന്നവരല്ല ഞങ്ങൾ. ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കുവാൻ, ഈ രാജ്യത്ത് ധീരനായ അംബേദ്കറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വിജ്ഞാന ഔന്നത്യത്തിന്റെ മുകളിൽ അദ്ദേഹം ഈ രാജ്യത്തിന് സമ്മാനിച്ച ഒരു മഹാഗ്രന്ഥമുണ്ട്, ഭരണഘടന. ആ ഭരണഘടനയുടെ താളുകൾ ഈ രാജ്യത്താരെങ്കിലും ചിതറിയെറിയാതിരിക്കുവാൻ വേണ്ടി, ചിഹ്ന ഭിന്നമാക്കാതിരിക്കാൻ വേണ്ടി, ഇന്ത്യ ചിഹ്ന ഭിന്നമാക്കാതിരിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ മണ്ണിൽ അവസാന ശ്വാസം വരെ പോരാടുവാൻ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാരാണ് AYFകാർ. ആ ചെറുപ്പക്കാർ ഇവിടെ ഒരു ഡെമോക്രാറ്റിക് സ്ട്രീറ്റ്, ഒരു ജനാധിപത്യ തെരുവ് ഓരോ ജില്ലയിലും ഒരുക്കുന്നത് ഓരോ ജില്ലയിലെയും ചെറുപ്പത്തോട് ഈ അണിയിൽ നിങ്ങൾ മുന്നണിയിൽ വന്നു ചേരണമെന്ന് ആഹ്വാനം ചെയ്യുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യ മഹാരാജ്യത്ത് തമിഴ്നാട് അടക്കമുള്ള, ഇന്നൊരു പക്ഷേ കർണാടകം അടക്കമുള്ള, പഞ്ചാബ് അടക്കമുള്ള, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടകളോടും അവരുടെ രാഷ്ട്രീയ സമീപനങ്ങളോടും യാതൊരു വിധമായ താല്പര്യവും വെച്ചു പുലർത്താതെ ഇന്ത്യ എന്ന വികാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങളെ ഒന്നാകെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കടുത്ത അവഗണന ഈ സംസ്ഥാനങ്ങളുടെ മുകളിൽ വെച്ചു പുലർത്തുകയാണ്. നമ്മുടെ നാട്ടിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നത്. ആ 2016 ശേഷം 2023 പകുതി വരെ ഈ സംസ്ഥാനത്ത് ഒരു മാസം പോലും പെൻഷൻ കുടിശ്ശികയാക്കിയിട്ടില്ല. ഓണക്കാലത്ത്, ഉത്സവവേളകളിൽ, കോവിഡിന്റെ കാലയളവിലൊക്കെ അഡ്വാൻസ് ആയി ആളുകളുടെ കയ്യിലേക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്ത ഗവൺമെന്റ് ആണ് ഏതാണ്ട് 8 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, 7 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. എന്താണ് ആ ഗവൺമെന്റിന് ഇപ്പോൾ പെൻഷൻ കുടിശ്ശികയാക്കി ഇപ്പോൾ മറിയക്കുട്ടിമാരുടെ സമരത്തിന്റെ മുന്നിൽ പ്രതിക്കൂട്ടി നിൽക്കുന്ന കോൺഗ്രസുകാർ വരച്ചിട്ട ചിത്രങ്ങളിലെ പ്രതിക്കൂട്ടി നിൽക്കേണ്ടി വരുന്നത്? അതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ മനസ്സിലാക്കുവാൻ കോൺഗ്രസിന് ഈ കേരളത്തിൽ യാതൊരു താല്പര്യവുമില്ല. പക്ഷെ കർണാടകയിലെ കോൺഗ്രസുകാർക്ക് താല്പര്യമുണ്ട്. കാരണം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് താല്പര്യമുണ്ട്. കാരണം കേരളം ഇന്ന് സാമ്പത്തികമായി കേന്ദ്ര ഗവൺമെന്റിനാൽ ഞെരുക്കപ്പെടുന്നത് പോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ ഞെരിഞ്ഞമരുകയാണ്, പ്രയാസങ്ങൾ നേരിടുകയാണ്. ഈ നാട്ടിലേതുപോലെ അവിടെ ക്ഷേമ പെൻഷൻ ഒന്നും ഇല്ല എങ്കിൽ പോലും ഈ നാട് ജനങ്ങളെ കൊണ്ടൊരു ഗവൺമെന്റ് മോശമാണെന്ന് പറയിപ്പിക്കുവാൻ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിച്ചാൽ മതി എന്ന് ബുദ്ധി കേന്ദ്രങ്ങളെ കൊണ്ട് സംഘപരിവാർ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട സാമ്പത്തിക ഞെരുക്കം കേരളത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസുകാർ കർണാടകയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ചിരിക്കുകയാണ്. മറിയക്കുട്ടിമാരുടെ അടിവസ്ത്ര സമരങ്ങൾക്ക് ഈ നാട്ടിലെ കോൺഗ്രസുകാർ വേദിയൊരുക്കി കൊടുക്കുമ്പോൾ അതേ മറിയക്കുട്ടിമാർ രാഷ്ട്രീയ ബോധ്യങ്ങളില്ലാത്ത ഇന്നത്തെ കോൺഗ്രസ് നാളെ ഏത് രൂപത്തിലാകുമെന്ന് തെളിയിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ സമരത്തിന് പോയിരുന്ന് നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്ന് മറിയക്കുട്ടിമാർ പ്രസ്താവിക്കുമ്പോൾ നാം തിരിച്ചറിയുക, ഇന്ത്യ മഹാരാജ്യത്തെ കോൺഗ്രസ് BJP ആയി പരിവർത്തനം ചെയ്തതുപോലെ ഇന്ത്യയിലെ ഈ കേരള സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഇടതുപക്ഷ വിരുദ്ധമായ ഗവൺമെന്റിനെതിരായ ചെയ്തികളുണ്ടല്ലോ, ആ ചെയ്തികളെല്ലാം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസും ഇന്ന് കോൺഗ്രസ് എന്ന രൂപത്തിൽ നിന്നുകൊണ്ട് നാളെ മറിയക്കുട്ടിമാരുടെ BJP ആയി
ഈ നാട്ടിലെ കോൺഗ്രസുകാരുടെ BJP മാറുന്ന അന്തരീക്ഷമാണ് കേരളത്തിലെ BJPക്കാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കേവലം പപ്പടത്തിന്റെ ആയുസിനപ്പുറം ഒന്നുമില്ലാത്ത നമ്മുടെ നാട്ടുകാരായ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളാൽ ഊതി വീർപ്പിക്കപ്പെടുമ്പോൾ നാം തിരിച്ചറിയുക, നല്ല ഒരു തണുത്ത കാറ്റ് മതി ഈ കോൺഗ്രസും ഇന്ന് ഊതി വീർപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയ യുവപപ്പടങ്ങളും ഇല്ലാതെയായി തീരുവാനും എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടുവാൻ കഴിയില്ല എന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിന്റെ അണിയറയിൽ തങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കോൺഗ്രസ് നശിക്കുവാൻ വേണ്ടി വെള്ളം കോരുകയാണ്, വിറക് വെട്ടുകയാണ് RSSന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് എന്ന് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും തിരിച്ചറിയുന്നില്ല. അത് അവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലാകും. കേരളത്തിലെ ബജറ്റ് വരാൻ പോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു ഗവൺമെന്റിന് 64,000 കോടി രൂപയാണ് കേരളത്തിന് വിവിധ ഇനങ്ങളിലായി കേന്ദ്ര ഗവൺമെന്റ് നൽകുവാനുള്ളത്. 64,000 കോടി രൂപയിൽ എത്ര കോടി വേണം കേരളത്തിലെ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ? കേവലം 10 1,200 കോടി രൂപയുണ്ടെങ്കിൽ സാമൂഹ്യ പെൻഷന്റെ കുടിശ്ശിക തീർക്കാം. 1,200 കോടി രൂപയുണ്ടെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ പെൻഷന്റെ കുടിശ്ശിക തീർക്കാം. എന്നിരിക്കെ 64,000 കോടി രൂപ കേരളത്തിന് നൽകുവാനുള്ള വിവിധ ഇനങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തെ ഏത് രീതിയിലാണ് അവർ കഴുത്തു ഞെരിച്ചിരിക്കുന്നത്? ആ കഴുത്തു ഞെരിച്ച് പിരിച്ചിരിക്കുന്നതിന്റെ വേദന എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ പെൻഷൻ കൊടുത്തു തീർക്കാൻ വേണ്ടി വരുന്നത് കേവലം 10 1,200 കോടി രൂപയാണെന്നും എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് 64,000 കോടി രൂപയുടെ അർഹമായ വിഹിതമാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം അറിയേണ്ടുന്നത് ഇത് കോൺഗ്രസുകാർക്ക് കൂടിയുള്ള കെണിയാണെന്ന് തിരിച്ചറിയാത്ത കോൺഗ്രസുകാരുടെ ദൈന്യത. ആ ദൈന്യത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് ഊതിവീർപ്പിക്കപ്പെട്ട സമരങ്ങളിലൂടെ ഊതിവീർപ്പിക്കപ്പെട്ടു എന്നവർ കരുതുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, ഒരു മഴയത്ത് തണുത്തു പോവുകയും പിന്നെ അടുത്ത മഴ പോലും സഹിക്കാൻ കഴിയാതെ അലിഞ്ഞു പോവുകയും ചെയ്യുന്ന മൈദയ്ക്ക് സമാപനമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്നുള്ള രാഷ്ട്രീയ ബോധ്യം മനസ്സിലാക്കാത്ത കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസിനെ സ്വയം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ 2 വള്ളത്തിലാണ് സുധാകരന്റെ കാലിരിക്കുന്നത്. ഒന്ന് കോൺഗ്രസിന്റെ വള്ളത്തിൽ, മറ്റൊന്ന് സംഘപരിവാർ വെച്ചു നീട്ടുന്ന പ്രതീക്ഷയുടെ വള്ളത്തിൽ. കോൺഗ്രസിന്റെ വള്ളത്തിൽ നിന്ന് സുധാകരനും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒന്നും കാലെടുക്കാത്തതിന്റെ കാരണം 2 3 വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാം എന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെ ജയിച്ചു കയറാം എന്നുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രം കോൺഗ്രസിന്റെ വള്ളത്തിൽ നിന്ന് കാലെടുക്കാത്ത രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ കെ സുധാകരനും അടക്കമുള്ള നേതാക്കന്മാർ, VD സതീശനെ പോലെയുള്ള നേതാക്കന്മാർ, ആ നേതാക്കന്മാർ അതേപോലെ തന്നെ നമുക്കറിയാം കാസർകോട്ടെ MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് വളരെ വ്യക്തമല്ലേ ഏതു നിമിഷവും BJPയിലേക്ക് പോകാൻ തയ്യാറാണ് എന്നുള്ളത്. അങ്ങനെ നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസിനെ ആകെ തന്നെ ഇപ്പോ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദം കേരളത്തിൽ ഇന്ത്യയിലുണ്ടായി. അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തെ കോൺഗ്രസിന് എത്ര പ്രയാസമായിരുന്നു. സോണിയാഗാന്ധിക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയപ്പോൾ പോകണോ വേണ്ടയോ എന്നുള്ളത് കോൺഗ്രസിൽ ചർച്ചയായി. കോൺഗ്രസിന്റെ ഔദ്യോഗിക വേദികളിലല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇടയിൽ. അതിനിടയിൽ ഒരു അഭിപ്രായം വന്നു, സോണിയാഗാന്ധിക്ക് വ്യക്തിപരമായി വേണമെങ്കിൽ പോകാം. എന്തുമാത്രം രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രപരമായ ധാരണയില്ലായ്മയാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ. ദേശീയ തലത്തിൽ അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. UPയിലെ കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുത്ത സമീപനം എന്ന് പറയുന്നത് ആ ഇന്ത്യ മഹാരാജ്യത്തെ RSSന്റെ അതേ സമീപനമാണ്. RSSന്റെ അതേ സമീപനം തന്നെ കൈക്കൊണ്ടു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പലരും രാമക്ഷേത്ര വിഗ്രഹ പ്രാണപ്രതിഷ്ഠയെ ഈ രാജ്യത്ത് പിന്തുണയ്ക്കുവാൻ തയ്യാറായി. ആ പിന്തുണയ്ക്കുവാൻ തയ്യാറായപ്പോൾ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ നാം ഈ രാജ്യത്ത് കണ്ടു. അപ്പോ ഈ കേരളത്തിലെ കോൺഗ്രസുകാരുടെ നിലപാടില്ലായ്മ എവിടേക്കാണ് കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥനകഥ രാജ്യത്തെ ജനമനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോകാതെ വീണ്ടും ഒരു കോടതി വിധി വന്നിരിക്കുകയാണ്. എന്താണ് കോടതി വിധി? ബിൽക്കീസ് ബാനു കേസിലെ പ്രതികളായ മുഴുവൻ ആളുകളെയും തിരികെ ജയിലിലെത്തിക്കുവാൻ മഹാരാഷ്ട്ര പോലീസിനുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ്. എന്താണ് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം? യാതൊരു അധികാരവുമില്ല എന്നിരിക്കെ, വിചാരണ കോടതിയുടെ അധികാര പരിധിയിലല്ലാത്ത, വിചാരണ കോടതി ഉൾപ്പെടാത്ത ഗുജറാത്ത് സർക്കാർ
പ്രതികളെ വിമോചിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനം, ആ തീരുമാനം ഒരു സ്വാതന്ത്ര്യ ദിനത്തിലാണ് സംഭവിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം. ഈ രാഷ്ട്രം തന്നെ ഒരു മാതാവാണെന്നും ആ മാതാവിനെ ഭാരതാംബയെന്നും വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യത്താണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ പരോൾ നൽകുന്ന അല്ലെങ്കിൽ ശിക്ഷാ ഇളവ് നൽകുന്ന പ്രതികളുടെ കൂട്ടത്തിൽ വിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഗുജറാത്തി മുസ്ലിമായിട്ടുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അവരുടെ കുടുംബത്തിലെ ബാക്കി എല്ലാവരെയും കൊന്നൊടുക്കുകയും ചെയ്ത ഗുജറാത്ത് കലാപത്തിലെ നരേന്ദ്രമോദിയുടെ അധികാരത്തിനു വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ രഥയാത്ര, അദ്ദേഹത്തിന്റെ അശ്വമേധം ആരംഭിക്കുന്നത് ഈ ബിൽക്കീസ് ബാനു എന്ന ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് പുറത്തേക്കൊഴുകിയ നരാധമന്മാരുടെ ബലാത്സംഗത്തിന് ശേഷമുള്ള ചോരത്തുള്ളികളിൽ ചവിട്ടിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടുന്നത്. ഇവിടെ നരേന്ദ്രമോദിയുടെ ഭരണം 9 വർഷക്കാലം പിന്നിടുമ്പോൾ ആ ചോരത്തുള്ളികൾ നരേന്ദ്രമോദിയുടെ കാലടികളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല എന്ന് ഇന്ത്യയിലെ ഇന്നും പ്രതീക്ഷ കൈവിടാത്ത സുപ്രീം കോടതി തെളിയിക്കുകയാണ്. പ്രതികളെ തിരികെ ജയിലിൽ എത്തിക്കണം. ഭാരതാംബയുടെ പുണ്യദിനമായ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പേരിൽ വിമോചിപ്പിക്കപ്പെട്ട കാട്ടാളന്മാരും കൊലയാളികളും സ്ത്രീ വിരുദ്ധരും ബലാത്സംഗികളുമായ പ്രതികളെ ജയിലിലെത്തിക്കണമെന്ന് വിൽക്കീസ് ബാനു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുമ്പോൾ നാം തിരിച്ചറിയണം, നിങ്ങൾ രാമന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയില്ലേ? ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി ആരംഭിച്ച ജൈത്രയാത്രയുണ്ടല്ലോ, ആ ജൈത്രയാത്ര ആരംഭിച്ചത് ഈ ബിൽക്കീസ് ബാനുവിന്റെ യോനിയിൽ നിന്ന് ബലാത്സംഗികൾ തുറന്നുവിട്ട രക്തത്തിൽ നിന്ന് ആണ് എന്നുള്ളത് സംഘപരിവാർ തിരിച്ചറിയണം. ആ രക്തത്തുള്ളികളുടെ അംശം രാമന്റെ ക്ഷേത്രത്തിനുണ്ടെങ്കിൽ നീ ആദ്യം ഗളം ഛേദിക്കേണ്ടത് ഏതെങ്കിലും ക്ഷത്രിയനായ ഏതെങ്കിലും ശൂദ്രനായ ശംഭുകന്റെ അല്ല, മറിച്ച് നീ ആത്മാഭിമാനത്തിന് വിലയിടാതെ സ്വന്തം സതീരത്നമായ സീതാദേവിയുടെ വിധി അറിഞ്ഞ് അവസാനം അധികാരത്തെ ഉപേക്ഷിച്ച് സരയൂ നദിയുടെ ആഴങ്ങളിലേക്ക് പോയ ആളാണ് രാമൻ എന്ന വിശ്വാസികളുടെ മനസ്സിലെ രാമനെങ്കിൽ ആ രാമൻ ഇന്ന് ഗളച്ഛേദം ചെയ്യേണ്ടുന്നത് മറ്റാരുടേതുമല്ല, ഈ നരേന്ദ്രമോദിയുടേതാണ്. കാരണം ആദർശ പുരുഷൻ എന്ന് ഇവർ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം പറയുന്ന ആ രാമനെ ബലി കഴിച്ചുകൊണ്ട്, ആ രാമനെ കൊന്നൊടുക്കിക്കൊണ്ട് RSS രാമനെ അങ്ങ് അയോധ്യയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ നടന്നത് പ്രാണപ്രതിഷ്ഠയല്ല, മറിച്ച് പ്രാണവേദനയാൽ പിടഞ്ഞ ബിൽക്കീസ് ബാനുവിന്റെയും അതേപോലെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെയും മരണമടഞ്ഞ അവസാന നിലവിളികളിലും ആശ്വാസം തേടി പ്രതീക്ഷ തേടി ജീവിക്കും, ദയ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയ ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ, ദളിതർ, പാവപ്പെട്ടവർ, ഈ നാട്ടിൽ എതിരെ പോരാടി നിന്ന മനുഷ്യർ, ഇവിടെ അഖിൽ സൂചിപ്പിച്ചതുപോലെ ഗൗരി ലങ്കേഷ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകരായ വനിതകൾ ഉൾപ്പെടെയുള്ള നിരവധി പോരാളികൾ അവരുടെയെല്ലാം രക്തത്തുള്ളികളിൽ അവരുടെയെല്ലാം പ്രാണനിൽ ചവിട്ടിയാണ് ഇവിടെ RSSന്റെ രാമനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ രാമന് വാൽമീകിയുടെ രാമനുമായി ഒരു ബന്ധവുമില്ല, വിശ്വാസികളുടെ മനസ്സിലെ രാമനുമായി ഒരു ബന്ധവുമില്ല. രാഷ്ട്രീയ രാമൻ പ്രതിഷ്ഠിക്കപ്പെട്ടു RSSനാൽ. ആ രാഷ്ട്രീയ രാമന് ഞങ്ങളുടെ പിന്തുണയില്ല. ആ രാഷ്ട്രീയ രാമനെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ഇന്ത്യക്കാരന്റെ ഭാരതഭൂമിയിലെ മനുഷ്യന്റെ രക്തമൊഴുക്കിയ സംഘപരിവാറിന് നരേന്ദ്രമോദിക്ക് ഞങ്ങളുടെ പിന്തുണയില്ല. ഞങ്ങളുടെ രാമൻ സത്യത്തിന്റെ രാമനാണ്, എന്റെ ഉള്ളിലെ നീതിബോധത്തിന്റെ രാമനാണ് എന്ന് പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധിയെ നെഞ്ചേറ്റിക്കൊണ്ട് രാഷ്ട്രീയ രാമന്റെ വക്താക്കൾ വെടിവെച്ചു കൊന്ന ആ മഹാത്മജി എന്ന ഈ രാജ്യത്തിന്റെ പ്രാണനായ മനുഷ്യന്റെ വികാരങ്ങളെ കൈവിടാതെ ആ മനുഷ്യനെ മറച്ചു പിടിക്കുവാനും അവിടെ അദ്ദേഹത്തിന്റെ ഘാതകന്മാരിൽ പ്രതി ചേർക്കപ്പെട്ട സവർക്കറെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിന് ഉള്ളിൽ ഗാന്ധിക്ക് അപമാനമായി, രാജ്യത്തിന് അപമാനമായി സവർക്കറെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുമ്പോൾ നാം തിരിച്ചറിയുക, നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ ഒരു ശവപ്പെട്ടിയുടെ ആകൃതിയിൽ പണിതീർത്തുകൊണ്ട് ഈ നാട്ടിലെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, RSS, സംഘപരിവാർ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന് മുകളിൽ ആണിയടിക്കുന്ന ഒരു ശവപ്പെട്ടി സ്ഥാപിക്കുന്ന കാഴ്ച നാം കാണുമ്പോൾ ആ ശവപ്പെട്ടിക്ക് സമാനമായി മാറ്റുന്ന ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉള്ളിൽ ഗാന്ധിക്ക് എതിരെ സവർക്കർ നിൽക്കുമ്പോൾ നാം തിരിച്ചറിയുക, മതേതരത്വത്തിനൊപ്പം, സത്യത്തിനൊപ്പം, നീതിക്കൊപ്പം അതിന് നേരെ എതിര് ഈ നാട്ടിൽ ഹിന്ദു രാഷ്ട്രത്തിന്റെ, ഈ നാട്ടിൽ അസത്യത്തിന്റെ, ഈ നാട്ടിൽ വെറുപ്പിന്റെ, ഈ നാട്ടിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ, ഈ നാട്ടിൽ സംഘപരിവാറിന്റെ വിചാരധാരയുടെ
ചാതുർവർണ്ണ്യത്തിന്റെ മനുസ്മൃതിയുടെ അടയാളങ്ങളെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉള്ളിൽ അധികാരത്തിന്റെ ഹുങ്കിനാൽ ഇവർ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിനെ പിടിതെറിയുവാൻ അധികാരത്തിന്റെ ചെങ്കോലിനെ കോടകമണിഞ്ഞെത്തിയ സ്വാമിമാരെ കൊണ്ട് സ്ഥാപിച്ച് ഇന്ത്യയുടെ മതേതരത്വത്തെ അപമാനിക്കുമ്പോൾ ആ ചെങ്കോൽ ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോലല്ല, മറിച്ച് സംഘപരിവാറിന്റെ രാഷ്ട്രീയ ചെങ്കോലാണ്. ആ രാഷ്ട്രീയ ചെങ്കോലിനെ പിഴുതെറിയുവാൻ സജ്ജമാകുന്ന ഒരു യുവ മുന്നേറ്റം, ഒരു ഭാരത ജനതയുടെ മുന്നേറ്റം ഈ രാജ്യത്തുണ്ടാകണമെന്ന് ഈ നാട് ചിന്തിക്കുന്നവർ, ഈ നാട്ടിൽ ഇനിയും കീഴടങ്ങാത്തവർ ആഗ്രഹിക്കുന്നു. ആ കീഴടങ്ങാത്തവർ ഈ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണിയെയാണ് ഒന്നാമത്തെ ശത്രുവായി കാണുന്നത്. ആ കീഴടങ്ങാത്തവർ ഈ രാജ്യത്തിന്റെ മതേതരത്വം പുലരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ കീഴടങ്ങാത്തവർ ഈ നാടിന്റെ ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്നു. ആ കീഴടങ്ങാത്ത നമ്മൾ ഒറ്റക്കെട്ടായി ഈ നാടിന്റെ നന്മകളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ സംഘപരിവാർ ത്രിവർണ്ണ കൊടി മാറ്റി ഈ രാജ്യത്തിന്റെ പതാകയെ കാവിക്കൊടിയാക്കി മാറ്റുവാനും ഇതൊരു മതേതര റിപ്പബ്ലിക് എന്നതിനപ്പുറം ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുവാനും വേണ്ടി പരിശ്രമിക്കുമ്പോൾ പോരാട്ടത്തിന് ഇനിയും നമ്മൾ അമാന്തിക്കരുതേ എന്ന് അനങ്ങാതെ ഇരിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന നിഷ്പക്ഷ മതികളെന്ന് ചിന്തിക്കുന്നവരോട് പറയുന്നവരോട് ആവർത്തിച്ചു പറയുവാൻ AIYF എന്ന യുവജന സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പോരാട്ടങ്ങൾ തുടരുകയാണ്. AIYFന്റെ നാഷണൽ കൗൺസിലും നാഷണൽ വർക്കിംഗ് കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റികളുമെല്ലാം നമ്മുടെ താഴെത്തട്ടിലേക്ക് ഈ പ്രക്ഷോഭത്തിന് വേണ്ടി നമ്മുടെ സഖാക്കളെ സജ്ജമാക്കുവാൻ വേണ്ടി ആ സമര പോരാട്ടത്തിൽ നമ്മുടെ സഖാക്കൾക്കൊപ്പം ഈ നാടിനെ ഒന്നാകെ അണിനിരത്തുന്നതിന് വേണ്ടി വളരെ സജീവമായി മുന്നോട്ട് വരുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഒരു മതേതരത്വ രാജ്യം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നാം ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞങ്ങളുടെ ഈ പ്രസ്ഥാനം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആത്മീയത എന്ന് പറഞ്ഞാൽ നേരാണ്, സത്യമാണ്, ഉള്ളിന്റെ ഉള്ളിലെ സത്യത്തെ കണ്ടെത്തുവാനുള്ള അന്വേഷണമാണ്. അതിനുവേണ്ടി മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ദൈവങ്ങൾ, മതങ്ങൾ, വിശ്വാസങ്ങൾ, പ്രതിഷ്ഠകൾ, ആരാധനാലയങ്ങളെല്ലാം. അതുകൊണ്ട് ആ ആരാധനാലയങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നാം ഒരിക്കലും നമ്മുടെ മതം ശ്രേഷ്ഠമാണെന്ന് ചിന്തിച്ചാൽ നാം ശ്രേഷ്ഠരാകില്ല. നമ്മുടെ ഉള്ളിലെ ആത്മീയതയ്ക്ക് അതിന്റെ സത്വരൂപം കൈവരിക്കാൻ കഴിയില്ല. ആ ആത്മീയതയ്ക്ക് നേരിന്റെ രൂപം കൈവരിക്കാൻ കഴിയില്ല. നേരിന്റെ, നന്മയുടെ, ആത്മാർത്ഥതയുടെ, സത്യത്തിന്റെ, യഥാർത്ഥ മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു മതത്തിന്റെയും ദൈവത്തിന്റെയും വിശ്വാസിയായ ഒരു മനുഷ്യന് മാറുവാൻ കഴിയൂ. അല്ലാത്തവരൊന്നും വിശ്വാസിയല്ല, വെറും ശവമഞ്ചങ്ങൾ മാത്രമാണെന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക്, ഈ നാടിന്റെ മണ്ണിൽ അവസാനത്തെ വിശ്വാസിക്കും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് സംഘപരിവാർ ഒരുക്കിയിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നാകെ കുഴിച്ചു മൂടുവാനുള്ള അവരുടെ പത്മവ്യൂഹങ്ങളിൽ നിന്ന് ഈ ജനതയെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിന്റെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടുന്നത്. ആ പോരാട്ടത്തിന് ഈ നാടിനെ സജ്ജമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ രാവും പകലും ഈ പോരാട്ടത്തിനെ പോരാട്ടത്തെ ശക്തമാക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ AIYFന്റെ പ്രിയപ്പെട്ട പോരാളികളെ AIYFന്റെ ദേശീയ കൗൺസിലിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ.